ആൽമാഗ്യാൻ ഒരുക്കിയിരിക്കുന്ന വളരെ വിശിഷ്ടമായ ഒരു സന്ദർഭമാണിത് എന്നെനിക്കറിയാം. പ്രാരംഭമായി പ്രഭാഷണ കലയെ സ്നേഹിക്കുകയും അതിൻ്റെ പരിശീലകൻ എന്ന നിലയ്ക്ക് പരക്കെ അറിയപ്പെടുകയും പ്രശസ്തനാവുകയും ചെയ്ത ഇന്റർനാഷണൽ ട്രെയിനറായ എൻ്റെ അഭ്യുന്നയ സുഹൃത്ത് ശ്രീ മോൺസി വർഗീസ് സാറിനും, അതേപോലെ അനുഗ്രഹീത കലാകാരനായ ശ്രീ ജയരാജ് വാര്യർക്കും, പ്രിയ സുഹൃത്ത് ശ്രീ അംബുജാക്ഷനും, ആൽമാഗ്യാന്റെ അരുൺ ജ്യോതി മത്യാസ് ഉൾപ്പെടെയുള്ള മുഴുവൻ സാരഥികൾക്കും എൻ്റെ സ്നേഹപൂർവകമായ സാന്ധ്യ നമസ്കാരം. പ്രഭാഷണങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വ്യത്യസ്തമായ ഒരു പ്രഭാഷണമാണ്. പ്രഭാഷണത്തെ കുറിച്ചുള്ള പ്രഭാഷണം. പ്രഭാഷണ കലയെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പരിമിതമായ ഒരു സമയപരിധിയാണ് ഇപ്പോഴുള്ളത്. പ്രഭാഷണം മറ്റൊരു കവിതയാണെന്ന് പറയും. കവിത പോലെ തന്നെ കവിതയുടേതായ എല്ലാ മാസ്മരിക സ്വഭാവമുള്ള ഒരു കലയാണ് പ്രഭാഷണം. പക്ഷേ നിർഭാഗ്യവശാൽ പ്രഭാഷണ കല ആ വിധത്തിൽ കൈകാര്യം ചെയ്യുന്നവരുടെ എണ്ണം പരിമിതമാണ്. എന്നാൽ ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ് പ്രഭാഷണം. ഒരു പ്രചോദന കലയാണ് പ്രഭാഷണം. മനുഷ്യ മനസ്സുകളെ ഹഠാത് ആകർഷിക്കുവാനും അവരിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് പ്രഭാഷണം. നമ്മുടെ രാഷ്ട്രത്തിൽ തന്നെ, നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ലോക നേതാക്കന്മാർ, ജവഹർലാൽ നെഹ്റുവിനെ പോലെയും വിൻസ്റ്റൺ ചർച്ചിലിനെ പോലെയും മാർട്ടിൻ ലൂഥർ കിങ്ങിനെ പോലെയും ഒക്കെയുള്ള നേതാക്കന്മാർ പ്രഭാഷണ കലയുടെ സൃഷ്ടികളാണ്. എന്നൊക്കെ ഇരിക്കുമ്പോഴും പ്രഭാഷണം സാധാരണ നമുക്ക് വഴങ്ങാത്ത, കയ്യെത്താത്ത ഒരു കലയായി മാറി നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. എന്നെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിക്കുന്നത് ഈ പ്രഭാഷണ കല പഠിക്കാൻ വളരെ താല്പര്യപൂർവ്വം ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന, ആവേശപൂർവ്വം വരുന്ന, പരിശീലനം സ്വീകരിക്കാനെത്തുന്ന കുറെ അധികം പ്രഭാഷണ പ്രണയികളുടെ സാന്നിധ്യമാണ്. ആൽമാഗ്യാൻ ഇങ്ങനെ ഒരു നല്ല ഉദ്യമം ഏറ്റെടുത്തതിനും അത് വിജയകരമായി സംവിധാനം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും അതിന്റെ പ്രവർത്തകരെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങട്ടെ. പ്രഭാഷണ കലയെ എങ്ങനെ നിർവചിക്കാം എന്ന് ആലോചിക്കുമ്പോഴെല്ലാം ഞാൻ പങ്കെടുത്ത എല്ലാ പരിശീലന പരിപാടികളിലും പറയാറുള്ള ഒരു നിർവചനമുണ്ട്. ഭാഷ പൂത്തും വികാരം തളർത്തും ഭാവനയ്ക്ക് പുളകം കിളിർത്തും ചോരയിൽ ചേർന്നലിഞ്ഞു പോവും വചനധാരകൾ. ഇത് ഞാൻ ചെറിയ മാറ്റത്തോടെ സ്വീകരിച്ച ഒരു നിർവചനമാണ്. ശരിക്കും ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കവിതയ്ക്ക് നൽകിയ ഒരു വിശേഷണമാണിത്. ഭാഷ പൂത്തും വികാരം തളർത്തും ഭാവനയ്ക്ക് പുളകം കിളിർത്തും ചോരയിൽ ചേർന്ന് അലിഞ്ഞു പോവും ഗാനധാരകൾ. പറഞ്ഞുവല്ലോ, കവിത പോലെ തന്നെ മറ്റൊരു കവിതയാണ് പ്രഭാഷണം. ഈ രണ്ടു വരികളിൽ ഗാനധാരകളെ വചനധാരകളാക്കി മാറ്റുമ്പോൾ നല്ല പ്രഭാഷണമായി.
അതിൽ ആദ്യം പറയുന്നത് ഭാഷ പൂക്കണം എന്നാണ്. ഭാഷ പൂത്തും വികാരം തളിർത്തും ഭാവനയ്ക്ക് പുളകം കിളിർത്തും ചോരയിൽ അലിഞ്ഞലിഞ്ഞലിഞ്ഞു പോകുന്ന വചനധാരകൾ, ധാരമുറിയാതെയുള്ള വാക്കിന്റെ പ്രവാഹമാണ്, വാഗ്ധോരണിയാണ്, അതിന്റെ പ്രവാഹ തീവ്രതയാണ് പ്രഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വാക്ക് ഭാഷയാണ്. പ്രഭാഷകന് പ്രധാനമായി ഉണ്ടാവേണ്ടത് ഭാഷ തന്നെയാണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഈ ഭാഷയുടെ വലിയൊരു പ്രശ്നമുണ്ടായി. ഭാഷയുടെ പ്രശ്നം എന്ന് പറയുന്നത് മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ ധാരാളമായി ഇംഗ്ലീഷ് പദങ്ങൾ കടന്നു വരുന്നു. അതിനെല്ലാം മലയാള പദങ്ങൾ ഉണ്ടെന്നിരിക്കുകയാണ്. ഇപ്പോ പോസിറ്റീവ് എന്ന് പറയുമ്പോഴും നെഗറ്റീവ് എന്ന് പറയുമ്പോഴും നിഷേധാത്മകമായതെന്നും പ്രചോദനാത്മകമായതെന്നും പറയുമ്പോൾ കിട്ടുന്ന മാതൃഭാഷയുടെ ഒരു സൗഖ്യമുണ്ടല്ലോ, ആ സൗഖ്യം ലഭിക്കാതെ പോകും. അപ്പോൾ ഈ ഭാഷ പുഷ്പിക്കുന്നത് എപ്പോഴാണ്? ഭാഷയുടെ വസന്തം സൃഷ്ടിക്കുവാൻ ഒരു പ്രഭാഷകന് തൻ്റെ ഏതാനും സമയം കൊണ്ട് സാധിക്കണം. അതോടൊപ്പം പ്രധാനമാണ് അക്ഷരസ്ഫുടത എന്ന് പറയുന്നത്. പ്രഭാഷണ വേദിയിൽ നിന്നുകൊണ്ട് തെറ്റായി ഉച്ചരിക്കുന്നത് അദ്ദേഹത്തിന് എത്ര തന്നെ ഭാഷണ വൈഭവമുണ്ടെങ്കിലും അതിനെ നിഷ്പ്രഭമാക്കും. അത് വളരെ ചെറുതിലെ ശീലിച്ചു വരേണ്ടതാണ്, ഇനിയും ആകാവുന്നതേ ഉള്ളൂ. ഞാനൊക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അന്നത്തെ പ്രൈമറി സ്കൂൾ അധ്യാപകന്മാർ ചില പ്രത്യേക ഈരടികളിലൂടെ നാവിന്റെ ഈ വഴക്കം സിദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം നൽകുമായിരുന്നു. അതുപോലെ ചിലതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാകൃത് കനകൃത് കാക്കയെ നിന്നുടെ കൂകൃത് കുനകൃത് കൂടവിടെ. കേൾക്കൊണ്ട് പറയുകയാണ്, കാകൃത് കനകൃത് കാക്കയെ നിന്നുടെ കൂകൃത് കുനുകൃത് കൂടവിടെ തേകൃത് തെനകൃത് തെക്കങ്ങാണ്ടൊരു മാകൃത് മനകൃത് മാവിന്റെ കോകൃത് കൊനകൃത് കൊമ്പത്ത് തൂകൃത് തൊനകൃത് തൂങ്ങുന്നു എന്ന് പറയുമ്പോൾ നാവ് വഴങ്ങുകയും നാവ് എല്ലാ നമ്മുടെ അക്ഷരങ്ങളെ സ്ഫുടമായി ഉച്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ അത് രൂപം കൊള്ളുകയും ചെയ്യും. ഈ വിധത്തിൽ അക്ഷരസ്ഫുടത ഒരു പ്രഭാഷകന് അത്യാവശ്യമാണ്. പറഞ്ഞുവല്ലോ, വസന്തത്തിന്റെ പരിമളം പ്രസരിപ്പിക്കുന്ന ഭാഷ വേണം, വിപുലമായ പദസമ്പത്ത് വേണം. നമ്മൾ നിരന്തരമായി വായിക്കണം, പുതിയ പദങ്ങളെ മനസ്സിൽ സൂക്ഷിക്കണം. അതിനു മുമ്പ് അത് ബുക്കുകളിലോ താളുകളിലോ സൂക്ഷിച്ചിട്ട് അത് മനസ്സിലേക്ക് പകരണം. ഒരിക്കലും ഒരു പ്രഭാഷകൻ വേദിയിൽ നിന്നുകൊണ്ട് വാക്കുകൾക്ക് വേണ്ടി പരതാൻ പാടില്ല. ധാരമുറിയാതെ സംസാരിക്കുവാൻ കഴിയും. മനസ്സിലെ തെളിഞ്ഞ ആശയത്തെ അതേപോലെ ആവിഷ്കരിക്കുന്ന സമയത്ത് വാക്കുകൾ കിട്ടാതെ അതിൽ ഒരു തടസ്സം വരാൻ പാടില്ല. ഈടാണെന്ന് വായിക്കും നദി പോലെ ഒഴുകി ഒഴുകിപ്പോകും. പണ്ട് ഇംഗ്ലീഷിൽ ഒരു മാഡം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ആ പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞു, ഐ കാൺട്ട് സീ യു. വീണ്ടും പറഞ്ഞു, ഒരു ചെറിയ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും പറഞ്ഞു, ഐ കാൺട്ട് സീ യു. പെട്ടെന്ന് ഒരു രസികൻ എഴുന്നേറ്റ് പറഞ്ഞു, മാഡം, യു കൺസീവ് ടോയ്സ് ബട്ട് ഡെലിവേർഡ് നൺ. കൺസീവ് എന്ന വാക്കിന് ഗ്രഹിക്കുക, ഗർഭം ധരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഊഹിക്കുന്നത് എന്നൊക്കെയാണ് ആ സ്ത്രീ പറയാൻ ശ്രമിച്ചത്. ഐ കാൺട്ട് സീ. പക്ഷേ മറ്റേ മെടുക്കാൻ അതിനിടയ്ക്ക് തട്ടി, മാഡം, യു കൺസീവ് ടോയ്സ് ബട്ട് ഡെലിവേർഡ് നൺ. ഡെലിവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക എന്നും പ്രസവിക്കുക എന്നും അർത്ഥമുണ്ട്. ഈ ധാരമുറിയാത്ത ഒഴുക്ക് ഒരു പ്രഭാഷകൻ അവശ്യം കൈമുതലായി സൂക്ഷിക്കേണ്ടതാണ്. അതിന് നിരന്തരമായ വായന വേണം, പരന്ന വായന വേണം. കഴിഞ്ഞ ദിവസം എന്നെ ഗൾഫിൽ നിന്നൊരു സുഹൃത്ത് നമ്മുടെ ഈ പ്രഭാഷണ പരിപാടികളും പരിശീലന പരിപാടികളും ഒക്കെ കേട്ടിട്ട് എന്നെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, സാർ, ഞാൻ എന്താണ് വായിക്കേണ്ടത്? എന്ത് വായിക്കാം? പണ്ടൊക്കെ നമ്മുടെ അധ്യാപകന്മാർ പ്രഭാഷണ കല പരിശീലിപ്പിക്കുന്നവർ പറയും, കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ വായിക്കണം.
കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ നമ്മുടെ ഭാഷയ്ക്ക് സ്വാധീനം നൽകുന്ന ഒരുപാട് പദസമുച്ചയമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള ഉദ്ധരണികൾ അതിൽ നിന്ന് കിട്ടും. കയ്യിലിരിക്കും കനകം ഉപേക്ഷിച്ച് ഈയം തേടി നടപ്പവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ടല്ലോ. അതൊക്കെ നമുക്ക് ആവശ്യാനുസരണം ലഭിക്കുന്ന വിധത്തിലുള്ള നിരവധി ഉദ്ധരണികൾ നിറഞ്ഞ, എന്നാൽ പുതിയ പുതിയ വാക്കുകളും പഴയ വാക്കുകളും അതിന്റെ എല്ലാവിധമായ കൽപ്പനാ സൗന്ദര്യത്തോടെയും ആസ്വദിക്കുവാൻ കഴിയുന്ന, സ്വായത്തമാക്കാൻ കഴിയുന്ന, ഹൃദിസ്ഥമാക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ആകർഷകമായ പദാവലികൾ കൊണ്ട് നിറഞ്ഞതാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ. നമ്മളിപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ തന്നെ വായിക്കണമെന്നില്ല. നമ്മൾ പത്രത്തിൽ വരുന്ന ഒരു ലേഖനം വായിച്ചാലും അതിലെ നല്ല പദങ്ങൾ, രമണീയമായ പദങ്ങൾ, കമനീയമായ പദങ്ങൾ, അനവധ്യസുന്ദരമായ പദങ്ങൾ, നമ്മളെ അഭിരമിപ്പിക്കുന്ന പദങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെയാണ് ഭാഷ പുഷ്പിക്കുന്നത്. അങ്ങനെയാണ് ഭാഷ കൊണ്ട് നമുക്ക് നമ്മളുടെ ആശയത്തെ ആവിഷ്കരിക്കുവാനുള്ള ശരീരമാണ് ഈ ഭാഷ. ഒരു പ്രഭാഷകൻ തന്റെ ആശയം ആവിഷ്കരിക്കുന്ന ഒരു വലിയ ഉപാധിയാണ് ഭാഷ. അതുകൊണ്ട് ആ ഭാഷയ്ക്ക് പ്രധാനമായ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഭാഷ പൂത്തും വികാരം തളിർത്തും വികാര സമ്പന്നമായ വിധത്തിലായിരിക്കണം പ്രഭാഷകന്റെ ആവിഷ്കാരം. വികാരം പലതുണ്ടല്ലോ, പലതരത്തിലുള്ള വികാരങ്ങളുണ്ടല്ലോ. അത് ആ സന്ദർഭത്തിന് അനുയോജ്യമായ വൈകാരിക തീക്ഷ്ണത സൃഷ്ടിക്കുന്ന പദങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞതുപോലെ ധാരമുറിയാതെ സംസാരിക്കേണ്ടി. വികാരത്തെക്കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നെഹ്റുവിന്റെ പ്രസംഗമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലോകം കണ്ട ഉജ്ജ്വല വാഗ്മികളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ നമ്മുടെ പ്രിയങ്കരനായ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ട ഉടനെ രാഷ്ട്രത്തോട് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ പെട്ടെന്ന് നടത്തിയ ആ പ്രഭാഷണം ഉണ്ടല്ലോ, എ ഗ്ലോറി ഹാസ് ഡിപ്പാർട്ടഡ് എന്ന് തുടങ്ങുന്ന ആ പ്രഭാഷണം. ദ ഗ്ലോറി ഹാസ് ഡിപ്പാർട്ടഡ്, ദ സൺ ദാറ്റ് ഷൈൻ ഹാസ് ഗോൺ ആൻഡ് വി ഷിവർ ഇൻ ദ കോൾഡ് ആൻഡ് ഡാർക്ക്. നോക്കണം എത്ര മനോഹരമായി നമ്മുടെ ലൈഫിനെ ബ്രൈറ്റൻ ചെയ്ത ആ സൺ അസ്തമിച്ചിരിക്കുന്നു. ദ ഗ്ലോറി ഹാസ് ഡിപ്പാർട്ടഡ്, the sun that shine has gone and we shiver in the cold and dark. ഗാരവിക്ഷുബ്ധമായി അദ്ദേഹം തുടർന്ന് പറയുന്നു, it is a shame to me as an Indian. It is a shame to me as an Indian because an Indian can raise his hands against the greatest Indian of the age. And it is a shame to me as a Hindu because a Hindu had raised his hands against the greatest Hindu of the age. നമ്മൾക്ക് കരയാൻ അവകാശമില്ല, നമ്മൾക്ക് തേങ്ങാൻ അവകാശമില്ല. ബിക്കോസ് the world mourns for him. ലോകം തേങ്ങുകയാണ്. ആ മഹാത്മാവിന്റെ പേരിൽ ലോകം തന്നെ തേങ്ങുകയാണ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പറയുമ്പോഴും ഇപ്പോൾ പറഞ്ഞു കേൾക്കുമ്പോഴും വികാര വിക്ഷുബ്ധമായ ആ പ്രസംഗത്തിന്റെ അലയൊലികൾ നമ്മുടെ മനസ്സിനെ കീഴടക്കുകയാണ്. അതാണ് പ്രസംഗത്തിന്റെ വലിയൊരു ശക്തിവിശേഷം എന്ന് പറയും. പ്രഭാഷകൻ ഒരു മജീഷ്യൻ ആകുന്നത് അവിടെയാണ്. അദ്ദേഹം വളരെ സ്വാഭാവികമായി തുടങ്ങുകയും തന്റെ പദങ്ങൾ കൊണ്ടും തന്റെ ഭാവചലനങ്ങൾ കൊണ്ടും സദസ്സിനെ ആകർഷിക്കുകയും ഏതോ ഒരു നിമിഷം സദസ്സൊന്നടങ്കം പ്രഭാഷകന്റെ ആ വാഗ്വൈഭവവുമായി അനുരാഗബദ്ധരാകുകയും ചെയ്യുന്നു. ആ വിധത്തിൽ വൈകാരികമായ ഒരു അംശം പ്രഭാഷണത്തിനുണ്ട്, ഭാവനയുണ്ട്. ഭാഷപൂത്ത്, വികാരം തളർത്ത്, ഭാവനയ്ക്ക് പുളകം കിളുക്കണം. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഡോക്ടർ സുകുമാർ അഴീക്കോട് ഹിമാലയത്തെ കുറിച്ച് പറഞ്ഞ. ഹിമാലയത്തെ കുറിച്ച് കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്, അത്യുത്തരസ്യാം ദിശി ദേവതാത്മ ഹിമാലയോ നാമ നഗാധിരാജ. ആ വിധത്തിൽ സംസ്കൃതത്തിന്റെ എല്ലാവിധമായ പ്രൗഢിയോടും കൂടി വിശ്വമഹാകവി കാളിദാസൻ ഹിമാലയത്തെ വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ സുകുമാർ അഴീക്കോട് എത്ര ലളിതമായാണ്, എത്ര സ്വാഭാവികമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല, ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഹിമാലയത്തെ കുറിച്ചുള്ള എന്റെ പ്രഭാഷണം കേട്ടിട്ട് രോമാഞ്ചം വന്നിട്ട് ആശുപത്രിയിലായവരുടെ എണ്ണം നിരത്തിയാണ്. ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഹിമാലയത്തെ കുറിച്ചുള്ള ഒരു ഭാവനയുടെ ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ട്, എന്നാൽ സത്യസന്ധമായി ഹിമാലയം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയും കാളിദാസനെയും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് ഹിമാലയത്തിന്റെ സമസ്ത പ്രൗഢോജ്വലമായ ആവിഷ്കാരം
നടത്തുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് കടന്നു പോകുന്നതാവണം പ്രസംഗം. ഒരു പ്രഭാഷകൻ, ഞാൻ മുൻപ് പറഞ്ഞു എന്ന് തോന്നുന്നു, വേദിയിലേക്ക് വരുമ്പോൾ തന്നെ ആളുകൾ ശ്രദ്ധിക്കും, അദ്ദേഹത്തിന്റെ വേഷം ശ്രദ്ധിക്കും, അദ്ദേഹത്തിന്റെ അംഗചലനങ്ങൾ ശ്രദ്ധിക്കും, അദ്ദേഹം സീറ്റിൽ ഇരിക്കുന്ന രീതി ശ്രദ്ധിക്കും. കണ്ടിട്ടില്ലേ പലരും, ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, വേദിയിൽ ഇരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയുന്നു, രഹസ്യം പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു, ഷേക്കാൻ കൊടുക്കുന്നു. ഇതെല്ലാം സദസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം വാചകം ഉണ്ടല്ലോ, ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. TV ചർച്ചകളിലൊക്കെ എല്ലാവരും പറയുന്നതാണ്, ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം സദസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രഭാഷകൻ നമ്മുടെ പേര് വിളിച്ചു, നമ്മൾ മൈക്കിനടുത്ത് വന്നു, എത്ര ശബ്ദമുഖരിതമായ സദസ്സായാലും ഒരു പുതിയ പ്രഭാഷകന്റെ പേര് വിളിച്ചാൽ ഒരു നിമിഷം നിശ്ചലമാവും. അയാൾ എന്താണ് പറയുന്നത്, അയാളുടെ ശബ്ദം എങ്ങനെയാണ്, ഒരു നിമിഷം. ആ ഒരു നിമിഷത്തിൽ അവരുടെ അറ്റൻഷൻ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്താൽ നമ്മൾ വിജയിച്ചു, പ്രഭാഷകൻ വിജയിച്ചു. അപ്പോ ചെയ്യുന്ന ചില ചെറിയ നുറുങ്ങുവേലകളുണ്ട്. പലരും പ്രസംഗിച്ചിരിക്കുന്ന മൈക്കാണ്, 3-4 പേര് സംസാരിച്ച് ഒരു കുഴപ്പമില്ലാതിരുന്ന മൈക്കിനെ അതേ എടുത്ത് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, തട്ടി നോക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷയുടെ ഒരു അംശം ഓഡിയൻസിന് പകരുകയാണ്. എന്നിട്ട് പ്രഭാഷകന്റെ ആദ്യത്തെ വാക്കുകൾ ശ്രവിക്കപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? അഭിസംബോധനയായിട്ട്. അഭിസംബോധന. ഈ അഭിസംബോധനയിലൂടെ നമുക്കൊരു സദസ്സിനെ കയ്യിലെടുക്കാനും കഴിയും. അഭിസംബോധനയിലൂടെ ജനങ്ങളെ പിരിച്ചുവിടാനും കഴിയും, അവരുടെ ശ്രദ്ധയെങ്കിലും പിരിച്ചുവിടാൻ കഴിയും. ഇപ്പോ വേദിയിൽ 16 പേരിരിക്കുകയാണ്. ഇപ്പോ ഇലക്ഷനൊക്കെ വരുന്ന ഒരു കാലം ആവുമ്പോൾ മിക്ക വേദികളിലും 16 അല്ല, ഒരുപാട് ആളുകളിരിക്കും. അപ്പുറത്ത് ആരെങ്കിലും കാണുമോ എന്നുള്ളതാണ് വിഷയം. ഈ 16 പേരുടെയും പേര് ഇയാൾ പറയാൻ തുടങ്ങിയുള്ള അവസ്ഥ എന്താ? എല്ലാവരും പറയുകയാണ് ഇവരുടെ പേര്. അപ്പോൾ അഭിസംബോധന വളരെ ഹ്രസ്വമാവുകയും വളരെ സെലക്ട് ചെയ്ത വാക്കുകളിലൂടെ അത് ആകർഷകമാക്കുകയും, എന്റെ മനസ്സിൽ ഇപ്പോഴും മുഴങ്ങി നിൽക്കുന്ന ഒരു അഭിസംബോധനയുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ഈവനിങ് കോളേജിൽ അവിടുത്തെ ആർട്സ് ക്ലബ് ഇനോഗ്രേറ്റ് ചെയ്യാൻ അന്നത്തെ ഉജ്ജ്വല വാഗ്മിയായ ഒരു പ്രഭാഷകൻ വന്നു. ആ ഓഡിറ്റോറിയം നിറയെ വിദ്യാർത്ഥികൾ തിങ്ങി ഞെരുങ്ങി നിൽക്കുകയാണ്. വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും. സമയം സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. ഈവനിങ് കോളേജാണ്, പകല് പഠിക്കുന്നവരല്ല. പകൽ ഓരോ ജോലിക്കൊക്കെ പോയി ജീവിതായോധനത്തിന് വേണ്ടി പല പണിക്കും പോയതിനു ശേഷം രാത്രി വന്ന് വിജ്ഞാനദാഹം കൊണ്ട് പഠിക്കുന്നവരാണ്. അപ്പൊ അദ്ദേഹം പ്രസംഗം ആരംഭിച്ചെങ്ങനെയെന്നറിയോ? അഭ്യുന്നരായ അധ്യാപക സുഹൃത്തുക്കളെ, 4 മണി പൂക്കളെ പോലെ വിരിയുന്ന സായന്തന നിശാശലഭങ്ങളെ. കുട്ടികൾ കൈയടിച്ചു. നിശാശലഭങ്ങളാണല്ലോ, വിജ്ഞാനത്തിന്റെ തേൻ കുടിക്കാൻ വരുന്ന നിശാശലഭങ്ങളാണല്ലോ. അവർക്കത് ഇഷ്ടപ്പെട്ടു. ആ ഒറ്റ അഭിസംബോധന കൊണ്ട് ഒരു സദസ്സിനെ കയ്യിലെടുക്കുകയാണ്. അപ്പോൾ അഭിസംബോധനയ്ക്ക് വലിയ ഒരു പങ്കുണ്ട്. പ്രഭാഷകന്റെ മുഖത്ത് ഒരു ചിരി വേണം. ചിരി എന്ന് പറയുമല്ലോ, ചിരി ഒരു വിനിമയമാണ്, ചിരി ഒരു വിസ്മയമാണ്, ചിരി ആത്മാവിന്റെ സംഗീതമാണ്, ചിരി മാസ്മരികമായ ഒരു കലാവിരുന്നാണ്. കാരണം ചിരി ഒരു പകർച്ചവ്യാധിയുമാണ്. നമ്മൾ ഒരാളെ നോക്കി ചിരിക്കുമ്പോൾ അയാൾക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല, മനുഷ്യനാണെങ്കിൽ. അപ്പോൾ ചിരി പടരുന്ന നമ്മുടെ ആത്മാവിന്റെ സംഗീതമായി മാറുന്ന ഒന്നാണ്. ഈ ചിരി ആരുടെ മുഖത്ത് വേണം? പ്രഭാഷകന്റെ മുഖത്ത് വേണം. സുപ്രസന്ന ഭാവം വേണം. തന്നെയുമല്ല, അയാൾ ഒരിക്കലും ഒരു ബന്ധനസ്ഥനായ അനിരുദ്ധനെ പോലെ നിൽക്കരുത്. കൈകൾ പിണച്ചു കെട്ടി നിൽക്കരുത്.
കൈകൾ മുട്ടുകൊടുത്ത് നിൽക്കരുത്, കൈകൾ പോക്കറ്റിലിട്ടും നിൽക്കരുത്. കാരണം നാടക നടനല്ലല്ലോ. നാടക നടന്മാരും അങ്ങനെ നിൽക്കാൻ പാടില്ല. കൈകൾ ഫ്രീ ആയിരിക്കും. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, ശരീരത്തിൻ്റെതായ ഒരു ഭാഷയുണ്ടല്ലോ, വാക്കുകൾ കൊണ്ട് സംവേദിക്കാൻ കഴിയുന്നതിനും എത്രയോ ഇരട്ടി സംവേദിക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണല്ലോ ശരീരഭാഷ. അതിലെ ഒരാളുടെ നിൽപ്പ് കണ്ടിട്ട് അഹങ്കാരിയാണ് എന്ന് പറയും, പാവമാണ്, ശുദ്ധനാണ്. ഇതെല്ലാം ശരീരഭാഷ സമ്മാനിക്കുന്ന, സംവേദിക്കുന്ന മെസ്സേജുകളാണ്, സന്ദേശങ്ങൾ. അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയും കൈകൾ എങ്ങനെ വേണമോ ഉപയോഗിക്കാവുന്ന വിധത്തിൽ തുറന്നിടുകയും വേണം. ഇങ്ങനെ പിണച്ചു കെട്ടിയാൽ ജനത്തിനൊരു അകലം തോന്നും. വളരെ അടുത്തിരിക്കുന്നവർക്കും അകലം തോന്നും, അടുത്തിരിക്കുമ്പോഴും അകലെയാണെന്ന് തോന്നുന്നു. കാരണം പിണച്ചു കെട്ടുമ്പോൾ നമ്മൾ മറയ്ക്കുന്നത് ഹൃദയത്തെയാണ്. എന്താണ് പ്രഭാഷണം? ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള സംവേദനമാണ്, കവിത പോലെ. അപ്പോൾ ഹൃദയത്തെ നമ്മൾ മറച്ചു പിടിച്ചുകൊണ്ട് എന്ത് സംസാരിച്ചാലും അത് ഒരു അകൽച്ചയുടെ, ഉൾക്കൊള്ളാനാവാത്തതിന്റെ ഒരവസ്ഥയിലേക്ക് നയിക്കും. പിന്നെയോ പ്രഭാഷകന്റെ നിൽപ്പിനൊരു വലിയ പ്രസക്തിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ നിവർന്ന് ഞെളിഞ്ഞ് നിൽക്കരുത്. അതൊരു അഹന്തയുടെ നിൽപ്പാണ്. തന്നെ കേൾക്കാൻ വന്നിരിക്കുന്ന ഒരു വിപുലമായ സദസ്സ് മുന്നിലുണ്ട്. ആ സദസ്സ് എങ്ങനെയുള്ളവരാണ്? പണ്ഡിതന്മാരാണ്, ഒരുപാട് ജീവിത പരിചയമുള്ളവരാണ്, തന്നെക്കാൾ ഒരുപാട് മാനസിക വികാസവും പാണ്ഡിത്യവും അനുഭവജ്ഞാനവും എല്ലാമുള്ള മുതിർന്ന ആളുകളെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് വിനയത്തിന്റെ ഒരു ചിഹ്നമായി അല്പം മുൻപോട്ട് ഒരു ചെറിയ കുനിവോടെ വിനയമുദ്രിതമായ ഒരു നിൽപ്പാണ് വേണ്ടത്. അങ്ങനെയാണല്ലോ പ്രകൃതിയിൽ. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ എന്നല്ലേ കാളിദാസൻ പറയും. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ. ഒരു മരത്തിന്റെ ജീവിതം ധന്യമാകുന്നത് അതിൽ ഫലങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അല്ലാത്ത മരങ്ങളെ പാഴ്വൃക്ഷങ്ങൾ എന്നല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ ഫലങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു മരവും മുകളിലേക്ക് അഹങ്കാരപൂർവ്വം നിൽക്കുന്നില്ല. പിന്നെയോ അതിന്റെ ചില്ലകൾ ഭൂമിയെ പ്രണമിക്കുന്നു. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ പരം നമിക്കുന്നു ഘനം നവാമ്പുവാൻ. മേഘങ്ങൾ എന്താ ചെയ്യുന്നത്? മേഘങ്ങളുടെ ജന്മം സഫലമാകുന്നത് അത് അമൃതവർഷിണിയായി പെയ്തിറങ്ങുമ്പോഴാണ്. അപ്പോൾ മേഘം എന്താണ് ചെയ്യുന്നത്? മേഘം ഭൂമിയെ പറഞ്ഞതുപോലെ പ്രണമിക്കുകയാണ്. അല്ലാതെ പെയ്യാതെ പോകുന്ന മേഘങ്ങളുണ്ട്. ആ മേഘങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, വന്ധ്യമേഘങ്ങൾ. വന്ധ്യമേഘങ്ങൾ പെയ്യാതെ പോകാം, പക്ഷെ പെയ്യുന്ന മേഘങ്ങൾ ഭൂമിയെ പ്രണമിക്കുകയാണ്. സമൃദ്ധിയിൽ സജ്ജനം ഊറ്റമാർന്നിട എന്നാണ് കാളിദാസൻ പറയുന്നത്. അപ്പോൾ ഒരു സമൃദ്ധിയിൽ, ഒരു നല്ല കാലത്ത് നല്ല ആൾക്കാർ ഒരിക്കലും അഹങ്കാരത്തിന്റെ ചിഹ്നം സൂക്ഷിക്കുകയില്ല. പ്രഭാഷകന് എന്തു വേണം? അദ്ദേഹത്തിന് തന്റെ സദസ്സിനോട് മാനസികമായ ഒരു വിധേയത്വം സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു നിൽപ്പ് വേണം. തന്നെയുമല്ല, അദ്ദേഹത്തിന് എല്ലാവരെയും കാണാനും എല്ലാവരുടെ കണ്ണുകളിലും അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ ചിത്രശലഭത്തെ പോലെ പാറി നടക്കണം. എത്ര പ്രഭാഷകന്മാർക്ക് അത് സാധിക്കുന്നുണ്ട്? നിങ്ങൾ ആലോചിച്ചു. ആരെയും ശ്രദ്ധിക്കാതെ വന്ന് പ്രസംഗിച്ചിട്ട് പോകുന്ന ഒരുപാട് മിടുക്കന്മാരുണ്ട്. ഈയിടയ്ക്ക് ഒരു പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശീലം എന്ന് പറയുന്നത് ഒരു സൈഡിലോട്ടേ നോക്കൂ. അതേത് സൈഡാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ആ സൈഡിൽ നോക്കി അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്തിനോ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ മറ്റേ സൈഡിൽ ആരുമില്ല. അവരൊക്കെ പോയി. ഇയാൾ അവർക്ക് വേണ്ടിയല്ലേ സംസാരിക്കുന്നത്? അപ്പൊ എല്ലാവരും നോക്കണം. എല്ലാ സദസ്സിലിരിക്കുന്ന ഓരോ വ്യക്തിക്കും തോന്നണം, എന്നെയാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്, എന്നോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ആ വിധത്തിലുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കുവാൻ പ്രഭാഷകന് കഴിയണം. പക്ഷെ പ്രഭാഷകൻ ഏതെങ്കിലും ഒരു കണ്ണിൽ ഉടക്കി അവിടെ നിൽക്കരുത്. എല്ലാ കണ്ണുകളെയും ഒരുപോലെ കാണണം. പിന്നെയോ സദസ്സിനെ തിരിച്ചറിയണം. സദസ്സിന്റെ ഫീഡ്ബാക്ക് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ഇങ്ങനെ
ഉറ്റു നോക്കി നിൽക്കുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. വളരെ നിഷേധാത്മകമായിട്ടിരിക്കുന്നവരുണ്ട്. എനിക്കൊരു അനുഭവം ഓർമ്മ വരുന്നത്, ഡോക്ടർ പൽപു സ്മാരകത്തിൽ കാപട്യത്തിന്റെ നാനാത്വം എന്ന മറ്റൊരു വിഷയം തന്നിട്ട് 1.5 മണിക്കൂർ പ്രഭാഷണമാണ്. എന്നെ വിളിച്ചു. ഇപ്പോഴെങ്ങുമല്ല, 10-20 വർഷം മുമ്പ്. പത്രങ്ങളിലൊക്കെ നല്ല വാർത്തയായിരുന്നു. നല്ല രീതിയിൽ അവരതിന് പ്രചരണം കൊടുത്തു. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാം വൃദ്ധന്മാരാണ്. 70 വയസ്സിന് താഴെ ആരും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരും നിരന്നിരിക്കുകയാണ്. അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു മരണ വീട്ടിൽ ഇരിക്കുന്ന പ്രതീതി. 1.5 മണിക്കൂർ സംസാരിക്കാനുണ്ട്. അപ്പോ ഞാനും കൂടെ മരണ വീട്ടിലെ പ്രതീതി ഉണ്ടാക്കിയുള്ള അവസ്ഥ എന്തായിരിക്കും? ഒന്നാമത് വയസ്സായ ആളുകൾ. അപ്പൊ ഞാൻ വളരെ സുപ്രസന്ന മനോഭാവത്തോടു കൂടി, ചിരിയോടുകൂടി ഫോർവേഡ് മുന്നോട്ടിങ്ങനെ ആഞ്ഞ് എല്ലാവരെയും നോക്കി പ്രസംഗിക്കുകയാണ്. പക്ഷെ ഒരു മുഖത്തും ഒരു മയവുമില്ല. എല്ലാവരും കുറിച്ച് നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഒരുപാട് വേദികൾ പങ്കിട്ടതിന്റെ ഒരു പരിചയം വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, ഇവരങ്ങനെ വിട്ടാൽ പോരില്ല. സമയം നോക്കിയപ്പോൾ വെറും 15 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനിയും 1.25 മണിക്കൂർ സംസാരിക്കാനുള്ളതല്ലേ. ഞാൻ തമാശയൊക്കെ പറയുന്നത് ഏകപക്ഷീയമായിട്ട്. ആരും ചിരിക്കുന്നില്ല. ഒരാളോ മറ്റോ ഒന്ന് ചെറുതായിട്ട്, ചെറിയ ഒന്ന്, അത് ചിരിച്ചതാണോ എന്തെങ്കിലും അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചാണോ അറിയില്ല, എങ്കിലും അത് ഞാൻ നോട്ട് ചെയ്തു. ആരും ചിരിക്കുന്നില്ല. എല്ലാവരും എന്നെ ഇങ്ങനെ രൂക്ഷമായി നോക്കിയിരിക്കുക. ഞാൻ ഫലിതങ്ങൾ പറഞ്ഞു, കൊട്ടേഷൻസ് പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു, പലതും പങ്കുവച്ചു. 1.5 മണിക്കൂർ തികച്ചു. വളരെ വിഷമത്തോടെ, പ്രതിഷേധത്തോടെ ആണ് ഞാൻ വന്നിരുന്നത്. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ ഇരുന്നതിനെ ഏറ്റവും കൂടുതൽ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന ഒരു മൂപ്പിലാൻ എഴുന്നേറ്റ് വന്നിട്ട് എന്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ സുദർശൻ, യു ആർ ബ്ലെസ്ഡ് വിത്ത് ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. എങ്ങനെ? യു ആർ ബ്ലെസ്ഡ് വിത്ത് ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ചേടാ മഹാഭാവി, ഇതിന്റെ എന്തെങ്കിലും ഒരു ചിഹ്നം ഇയാള് ആദ്യം കാണിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര മനസ്സമാധാനത്തോടെ നിന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഫീഡ്ബാക്ക് നമുക്ക് അനുകൂലമാണോന്നില്ല, എങ്കിലും നമ്മൾ ആ ഫീഡ്ബാക്ക് ശ്രദ്ധിക്കണം. വേറൊരിക്കൽ എനിക്ക് ഓർമ്മ വരുന്ന, ഒരു പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോ ഒരു മധ്യവയസ്കൻ, കുറച്ച് 60 വയസ്സ് അടുപ്പിച്ച് വരും, അദ്ദേഹം അങ്ങനെ ചിരിച്ച് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അങ്ങനെ തലയൊക്കെ ആട്ടി എന്നെ തന്നെ നോക്കി അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഒരു 3-4 പേര് വേറെയുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ വർഗത്തിൽപ്പെട്ടവരുമുണ്ട്. ഞാൻ ഈ ഏറ്റവും കൂടുതൽ എന്നെ തന്നെ നോക്കിയിരിക്കുന്ന ആളിനെ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ വേണ്ടി വരും. നമുക്ക് അനുകൂലമായ മുഖം, നമുക്ക് പ്രചോദനാത്മകമായ ഭാവം തരുന്ന മുഖങ്ങളെ നമ്മൾ തെരഞ്ഞു പിടിച്ച് അവരെ കൂടെ ശ്രദ്ധിക്കണം. അവരെ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരു ആന്തരികമായ ഒരു ഊർജം കിട്ടും, ഒരു ഉന്മേഷം കിട്ടും. മറ്റവരെ നോക്കിയാൽ ഉന്മേഷം പോകും. പക്ഷേ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരുടെ ഡൈനിങ് ഹാളിൽ, വിശാലമായ ഡൈനിങ് ഹാളിൽ ചെല്ലുമ്പോൾ ഈ ഇങ്ങനെ എന്നെ നോക്കിയിരുന്ന ആള് വളരെ ആവേശപ്പെട്ട് ഭക്ഷണം വാരി കഴിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്റെ പ്രസംഗം കേട്ടതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ. എന്നെ കണ്ടു അത് എഴുന്നേറ്റ് പറഞ്ഞു, സാർ നല്ല പ്രസംഗം ആയതുകൊണ്ട് ഞാനതങ്ങ് കേട്ട് ആസ്വദിച്ചങ്ങിരുന്നു. ഞാൻ ഈ മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇൻസുലിൻ എടുക്കുന്ന ആളാണ്, എന്റെ സമയത്ത് ഭക്ഷണം കഴിക്കേണ്ട സമയം മാറിപ്പോയി. അപ്പൊ അങ്ങനെ പ്രചോദനാത്മകമായിട്ട് നമുക്ക് ഫീഡ്ബാക്ക് തരുന്നവരുണ്ട്. അപ്പോൾ പ്രഭാഷണത്തിൽ ആ വിധത്തിൽ നമ്മൾ വേദിയിൽ നിൽക്കുമ്പോൾ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെ ശ്രദ്ധിക്കണം? ബോധപൂർവം അല്ലാതെ. ഈ പ്രഭാഷണങ്ങളെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ പറയുന്നത് അപ്പാടെ നമുക്ക് സ്വീകാര്യമല്ല. ഈ പുതിയ പ്രഭാഷകന്മാരോടും ഇത് പരിശീലിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വിഷയം സ്വീകരിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ വിപുലമായ, വിശദമായ തയ്യാറെടുപ്പ് വേണം. തീർച്ചയായിട്ടും വേണം. പക്ഷേ നമ്മൾ അങ്ങനെ തയ്യാറെടുത്തിട്ടാണ് വന്നതെന്ന് അവിടെ തോന്നുകയും ചെയ്യും. അതാണ് അതിന്റെ മാജിക് എന്ന് പറയുന്നത്. ആ മാജിക് നിങ്ങൾ ഒന്ന് പരിശീലിച്ച്
അതുമായിട്ട് പൊരുത്തപ്പെട്ടാൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങളൊരു 65% പ്രഭാഷകനായി. എൻ്റെ ഒരു അനുഭവം പറയാം. 23 വയസ്സുള്ളപ്പോൾ, അപ്പോഴേ ഞാൻ പ്രഭാഷണ വേദികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ശക്തമായി സംസാരിക്കുന്നുണ്ട്. ഭയങ്കര ആവേശമാണെന്ന്, ശക്തമായിട്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ തമാശയായിട്ട് തോന്നുകയാണ്. അവിടെ അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. അവിടെ ഇപ്പോ എന്താണ്, ഒരു ഗ്രന്ഥശാല വാർഷികത്തിന് ചെന്നിട്ട് അവിടെ ഒരു വിഷയമില്ല, ഒരു ലാൻഡ് ഓർഡർ പ്രശ്നമില്ല. പക്ഷെ എന്റെ പ്രസംഗം കേട്ട എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് തോന്നുന്ന തരത്തിൽ ആവേശഭരിതനായി പറയുക. എന്തോ ഇതൊക്കെ കണ്ടിട്ട് വളരെ പ്രമുഖനായ ഒരാൾ, ഒരു NSSന്റെ വളരെ പ്രഗത്ഭനായ നേതാവ്, ഇദ്ദേഹത്തിന്റെ പേര് പറയാം, അഡ്വക്കേറ്റ് ഉമയനെല്ലൂർ ശിവശങ്കരപിള്ള. അദ്ദേഹത്തിന് ഏതോ ഒരു വേദിയിൽ വെച്ച് എന്നെ പരിചയപ്പെട്ട് എന്റെ നമ്പറും വിലാസവും ഒക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഒരു വേദിയിലേക്ക് ക്ഷണിക്കും, വരണം. അദ്ദേഹം എന്നെ ക്ഷണിച്ചത് നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ, പരമ ഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ദിനത്തിൽ, തിരുവനന്തപുരത്ത് എല്ലാ ജയന്തി ദിനത്തിലും ശോഭയാത്രയുണ്ട്. മുഖ്യ തെരുവീഥിയിലൂടെ, മെയിൻ റോഡിലൂടെ വളരെ ദീർഘമായ വർണ്ണാഭമായ ശോഭയാത്രയുണ്ട്. ഈ ശോഭയാത്രയിലെ ജനസാഗരം ചെന്ന് ചേരുന്നത് അഭേദാശ്രമത്തിലാണ്. അഭേദാശ്രമത്തിൽ ഒരു മഹാസമ്മേളനം നടക്കും എല്ലാ വർഷവും. ആ വർഷത്തെ മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. എനിക്ക് 23 വയസ്സേ ഉള്ളൂ. അതിന്റെ പരിപാടിയുടെ നോട്ടീസ് കണ്ടപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അധ്യക്ഷത വഹിക്കുന്നത് പത്മശ്രീ ഡോക്ടർ ശൂരനാട് കുഞ്ഞമ്പിള്ള, പണ്ഡിത അഗ്രഗണ്യനായ ശൂരനാട് കുഞ്ഞമ്പിള്ള സാർ. അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതോ മിത്രൻ നമ്പൂതിരിപ്പാട്. വേറെയും അതുപോലെ പ്രമുഖരായ ആളുകളുണ്ട്. അവർക്കിടയിലാണ് ഒരു മുഖ്യപ്രഭാഷണം നടത്താൻ ആരെക്കുറിച്ച്? ചട്ടമ്പി സ്വാമികളെ കുറിച്ച് എന്നെ ക്ഷണിച്ചിരിക്കുന്നു. എന്റെ അവസ്ഥ ആലോചിച്ചു. ഞാൻ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ, 5-6 ദിവസമേ ഉള്ളൂ. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു. തന്നെയുമല്ല, അദ്ദേഹവുമായി ശ്രീനാരായണ ഗുരുവിനെ ലിങ്ക് ചെയ്തുകൊണ്ട് സംസാരിക്കണമല്ലോ, അങ്ങനെയും വായിച്ചു. വേദാന്തത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. വളരെ കട്ടിയായ വിഷയം. കുറെയൊക്കെ പഠിച്ച്, നല്ലപോലെ പഠിച്ച്, മനസ്സിൽ ഉറപ്പിച്ച്, പിന്നെ എല്ലാം ഞാൻ മറന്നു. അവിടെ എന്ത് പറയുന്നത്, എന്ത് പറയണം എന്നൊക്കെ മറന്നു. കുറെ കാര്യങ്ങൾ ഗ്രഹിച്ചു വെച്ചല്ലോ. അവിടെ ചെല്ലുമ്പോഴുണ്ട് ഈ എന്നോട് അമിതമായ വാത്സല്യവും സ്നേഹവുമുള്ള ശിവശങ്കരപിള്ള സാർ, ഉമയനെല്ലൂർ ശിവശങ്കരപിള്ള സാർ, മിത്രൻ നമ്പൂതിരിപ്പാടിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, സ്വാമിജിക്ക് ഞാനിന്ന് ചെറുപ്പക്കാരനായ ഒരു പ്രതിയോഗിയെ നൽകുകയാണ്. ചെറുപ്പക്കാരനായ പ്രതിയോഗിയെ നൽകുകയാണ്. വീണ്ടും എൻ്റെ ആത്മവിശ്വാസം ഒന്നുലഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നു, സൂത്രശാലിയായ അദ്ദേഹം പറയുന്നു, എന്നാൽ പ്രതിയോഗി ആദ്യം സംസാരിക്കട്ടെ. എങ്ങനെയിരിക്കും? കുഞ്ഞമ്പിള്ള സാർക്കുണ്ട്. ഞാൻ ആദ്യം സംസാരിക്കുന്നു. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അധികം പരാമർശിക്കപ്പെടാത്ത ചില വിഷയങ്ങളാണ് ഞാൻ അന്നവിടെ ആദ്യമേ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വേദാധികാര നിരൂപണത്തെ ആസ്പദമാക്കിയാണ് ഞാൻ കൂടുതൽ സംസാരിച്ചത്. വേദം അബ്രാഹ്മണന് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് വേദം എല്ലാവർക്കും പ്രാപ്യമാണെന്നും അതിൽ അധികാരമുണ്ടെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ 1921 തോന്നുന്നു അദ്ദേഹം പ്രസിദ്ധീകരിച്ച വേദാധികാര നിരൂപണം. തന്നെയുമല്ല, സ്വാമികളെ കാണാൻ വേണ്ടി സ്വാമി വിവേകാനന്ദൻ വന്നിരുന്നു. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളത്ത് വന്നാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ മലബാറിൽ ഒരു മനുഷ്യനെ കണ്ടു എന്നാണ്. സ്വാമി വിവേകാനന്ദൻ കേരളത്തിലുള്ള മൊത്തം മനുഷ്യരും ഭ്രാന്തന്മാരാണെന്നും കേരളം ഭ്രാന്താലയമാണെന്നും പറഞ്ഞ
സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം പറഞ്ഞത് മലബാറിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു എന്നാണ്. അദ്ദേഹം ഈ വേദാധികാര നിരൂപണത്തെ കുറിച്ച് പറഞ്ഞത് തീ പോലെയുള്ള വാക്കുകളാണ്. ഈ പുസ്തകം എന്താണ് തീ പിടിച്ചു പോകാത്തത് എന്നും പറഞ്ഞു. തനിയുമല്ല, അനുകമ്പയെ കുറിച്ച് എന്താണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്? മനുഷ്യന്റെ മനസ്സിൽ തേൻ പോലെ നിറയേണ്ടതാണ് അനുകമ്പ. ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 50-55 മിനിറ്റ് സംസാരിച്ചു. അത് കഴിഞ്ഞ മിത്രൻ നമ്പൂതിരിപ്പാട് ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി പരാമർശിച്ചുകൊണ്ട് സംസാരിച്ചു. പക്ഷേ അതിന്റെ ക്ലൈമാക്സ് അവിടെ ആയിരുന്നില്ല. പുറത്തിറങ്ങിയപ്പോ മിത്രൻ നമ്പൂതിരിപ്പാട് പറയുന്നു, സുദർശൻ, നാളെ നമുക്ക് നിശ്ചയമായിട്ടും കാണണം. ഞാൻ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്, അങ്ങോട്ട് വരണം, നമുക്ക് വൈകുന്നേരം വരെ സംവാദത്തിൽ മുഴുകാം. ആലോചിച്ചു. അപ്പൊ ഞാൻ അവിടെ അവതരിപ്പിച്ചതിന്റെ ഏതോ ഒരു മാജിക് കൊണ്ട് ഇതൊന്നും ഞാൻ അപ്പോൾ പഠിച്ചതല്ല എന്ന് സ്വാമിക്ക് പോലും തോന്നി. എനിക്കാണെങ്കിലോ അപ്പോൾ അവിടെ പറഞ്ഞതല്ലാതെ ഒരു വാചകം പോലും അധികമായി അറിഞ്ഞു. പിന്നെ പോകാതിരുന്ന് ഞാൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോ മറ്റൊരാൾ വന്നു, ദീർഘകായനായ ഒരാൾ വന്നു, വളരെ ഗൗരവം. അദ്ദേഹം എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അനിയായി പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. വീണ്ടും ഞാൻ തോന്നുന്നു ഡബിൾ ക്ലൈമാക്സ്. എന്താണ്? ഈ 921 ഇത് പ്രസിദ്ധീകരിച്ചതെന്നല്ലേ പറഞ്ഞത്? അത് ശരിയല്ല, 22 21 പല പുസ്തകങ്ങളും പറയുന്നുണ്ട്. പക്ഷെ എന്നാലും 22 ശരി. ആശ്വാസമായി. 21 ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ എന്റെ അടുത്ത് നിന്ന് ആള് പറഞ്ഞു, അദ്ദേഹത്തെ മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല. ഇതാണ് മിന്നൽ പരമശിവൻ നായർ. അന്നത്തെ വളരെ പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു മിന്നൽ പരമശിവൻ നായർ. അപ്പൊ ഈ തരത്തിൽ നമ്മൾ ഒരുങ്ങാതെ ഒരു പ്രഭാഷണത്തിന് പോകരുത്. പക്ഷെ ഒരുങ്ങിയതായി ആരും അറിയരുത്. അത് പ്രഭാഷണകലയെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിപുലമായ തയ്യാറെടുപ്പ് രഹസ്യമായി നടത്തേണ്ടത്. പറഞ്ഞു വരുമ്പോ നമ്മുടെ പലപ്പോഴും പറയുന്നത് പ്രാസംഗികൻ എന്നാണ്. പ്രാസംഗികൻ. ഈ പ്രാസംഗികൻ എന്ന വാക്ക് തെറ്റാണ്. ഇതാദ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത് പ്രൊഫസർ എം കൃഷ്ണൻ നായരാണ്. അദ്ദേഹം പറയുന്നത് പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ വഴിയെ പോയവൻ എന്നാണ് അതിന്റെ അർത്ഥം. വഴിയെ പോയവൻ എന്നാണ് അതിന്റെ അർത്ഥം. പലയിടത്തും പ്രാസംഗികന്മാര് വഴിയെ പോയതോ അതുവഴി വന്നതോ ഒക്കെ ആയിരിക്കുകയും ചെയ്യും. പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ പ്രസംഗവശാൽ വന്നു ചേർന്ന ആള്. പ്രസംഗവശാൽ എന്ന് പറഞ്ഞാൽ സന്ദർഭവശാൽ എന്ന് പറഞ്ഞാൽ വിളിക്കാതെ വന്ന ആള്, വലിഞ്ഞു കയറി വന്ന ആള് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോ പ്രാസംഗികൻ എന്ന പ്രയോഗം നമ്മൾ ഈ പ്രഭാഷണ കലയെ വളരെ ഗൗരവമായി സമീപിക്കുന്നവർ ഒരിക്കലും ഉപയോഗിച്ചുകൂടാ. അതുപോലെ തന്നെ നമ്മൾ ഈ സമാധി ആഘോഷം എന്ന് പറയും, ചരമദിന ആഘോഷം, ഒരിക്കലും പറഞ്ഞുകൂടാത്തതാണ്. ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ആഘോഷിക്കുകയാണ് നമ്മൾ വർഷങ്ങളായി. ഒരു നേതാവ് പറഞ്ഞാണ്, അദ്ദേഹം ഇന്നും മന്ത്രിയാണ്, ഞാൻ ആ വേദിയിലുണ്ട്. നമ്മൾ എത്ര കാലമായി ഗുരുവിന്റെ സമാധി ആഘോഷിക്കുന്നു? എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഗുരുവിനോട് അടുക്കുകയാണോ അകലുകയാണോ? വളരെ വികാരനിർഭരമായിട്ടാണ് ചോദിച്ചത്. പെട്ടെന്ന് അവിടെ ഇരുന്ന ഒരു പണ്ഡിതൻ, സംസ്കൃത പണ്ഡിതൻ MS ശാസ്ത്രികൾ, അദ്ദേഹം ചാടി എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, ഗുരുവിന്റെ സമാധി ഇവിടെ ആഘോഷിക്കുകയാണ്, എങ്കിൽ ഞാൻ ഇപ്പൊ പോവും. ആർക്കും ഒന്നും മനസ്സിലായില്ല. ചരമദിനങ്ങൾ ആചരിക്കുകയാണ് വേണ്ടത്. ഒരാളുടെ മരണം നമ്മൾ ആഘോഷമാക്കണമെങ്കിൽ അയാൾ ജീവിച്ചിരുന്നപ്പോ എങ്ങനെ ആയിരുന്നിരിക്കണം? പരമദ്രോഹിയായിരുന്നിരിക്കണം. അപ്പോൾ ആ വിധത്തിലുള്ള വാക്കുകൾ നമ്മുടെ പലപ്പോഴും, അതുപോലെ തന്നെ ആദ്യക്ഷം വഹിച്ചു എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അധ്യക്ഷം വഹിച്ചു എന്ന് പറഞ്ഞാൽ എടുത്തു പൊക്കി, അധ്യക്ഷനെ എടുത്ത് പൊക്കി എന്നാണ് അർത്ഥം. രാമൻപിള്ള സാറ് അധ്യക്ഷം വഹിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം യഥാർത്ഥ അധ്യക്ഷനെ എടുത്തു പൊക്കി ചുമന്നുകൊണ്ട് നിന്നു എന്നാണ്. അധ്യക്ഷത വഹിച്ചു എന്നാണ് പറയുന്നത്. ഇത് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു, കൃതജ്ഞത അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, കൃതജ്ഞത പറയുന്നു എന്ന് പറഞ്ഞാൽ മതി. രേഖപ്പെടുത്താൻ അവിടെ ശിലാഫലകങ്ങളോ വെണ്ണക്കൽ ഫലകങ്ങളോ ഒന്നും ഇല്ലല്ലോ. കൃതജ്ഞത അറിയിക്കുന്നു. പണ്ട് ഒരാള് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ പറഞ്ഞു, ഞാനിവിടെ അത് മുദ്രണം ചെയ്യുകയാണ്. കുറച്ചു കഴിഞ്ഞ് പറഞ്ഞു, അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാത്ത ഒരു മേഖലയുമില്ല. കുറച്ചു കഴിഞ്ഞ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുദ്ര പതിയാത്തതായി. ഇങ്ങനെ 3-4 തവണയായപ്പോ
അന്തരിച്ചുപോയ നിരൂപകനായ, പ്രശസ്ത നിരൂപകനായ KP അപ്പൻ സാർ അടുത്തിരുന്ന ആളിനോട് ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ അച്ഛൻ വെണ്ടറാണ്, അല്ല കുറെ നേരമായിട്ട് മുദ്ര വയ്ക്കും. പിന്നെ അപ്പൻ സാറ് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞത്, അതോടെ ഒരു ശത്രുവിനെ ഉറപ്പാക്കി. ഞാൻ പിന്നെ ഇതുവരെ സംസാരിച്ചിട്ടില്ല, സുഹൃത്തായിരുന്നു സംസാരിച്ചുകൊണ്ട്. അപ്പൊ ഈ വിധത്തിലുള്ള വാക്കുകൾ ധാരാളമായി തെറ്റായി വേദികളിൽ പ്രഭാഷകന്മാർ ഉപയോഗിക്കുന്നുണ്ട്. അത് പരിശീലനം സിദ്ധിക്കുന്നവർ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു പ്രഭാഷണം എങ്ങനെ തുടങ്ങാം എന്നുള്ളത് ആണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രഭാഷണം തുടങ്ങുന്നതിനെ കുറിച്ച് ശാസ്ത്ര പുസ്തകങ്ങളുണ്ട്, പ്രഭാഷണ ശാസ്ത്രം എഴുതിയ പുസ്തകങ്ങളുണ്ട്. അതിൽ വളരെ ലളിതമായിട്ട് അവർ പറയും, ഒരു ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങാം, അതാണ് നല്ലത്. ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അത്ര എളുപ്പമാണോ ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്? ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഒരു സദസ്സിനെ, അത് 5 പേരാകട്ടെ 10 പേരാകട്ടെ, അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് തന്നെ അസാധ്യമായിരിക്കെ ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ നമ്മൾ. ഫലിതം പറയണമെങ്കിൽ അസാധാരണമായ ആത്മവിശ്വാസം വേണ്ടേ? അനിതര സാധാരണമായ അവതരണ മികവ് വേണ്ടേ? അപ്പോൾ ഈ വിധത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തുടക്കക്കാരെ വഴിതെറ്റിക്കും. ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് നല്ലതാണ്. ഈ ലോകത്ത് 2 ട്രാജഡിയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒന്ന്, ഒരാൾ ദരിദ്രനായിരിക്കെ ജനം അയാൾ ധനികനാണെന്ന് ധരിക്കുക. ആള് ദരിദ്രനാണ്, ദരിദ്രനായി, പണ്ട് ധനികനായിരുന്നിരിക്കാം, പക്ഷെ ജനം അയാൾ ധനികനാണെന്ന് ധരിക്കുന്നു. അയാളോട് വന്ന് 50,000 20,000 രൂപയൊക്കെ സംഭാവന ചോദിക്കുന്നു. അതൊരു വലിയ ദുരന്തമാണ്. മറ്റൊരു ദുരന്തം, ഒരു ഫലിതം പറയുക, ആരും ചിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആർക്കും മനസ്സിലാകാതിരിക്കുക. അത് അതിനേക്കാൾ വലിയ ദുരന്തമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നർമാവതരണ വൈഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഫലിതത്തിന് ഇറങ്ങിത്തിരിക്കാവൂ. തന്നെയുമല്ല, ഈ സ്റ്റോക്ക് വിറ്റുകൾ വേദികളിൽ വിറ്റുപോകണമെന്നില്ല. അത് പറഞ്ഞിട്ട് അവര് അതിനെ ആ സന്ദർഭവുമായി യോജിപ്പിക്കാൻ കഴിയാതെ പലരും നീന്തി തുടിക്കുന്നത് കണ്ടിട്ടുണ്ട് വേദിയിൽ. വളരെ ഇൻസ്റ്റന്റ് ആയിരിക്കണം ഫലിതം, എങ്കിൽ മാത്രമേ വേദിയിൽ അതിന് ഒരു സ്വീകാര്യത കിട്ടുകയുള്ളൂ. ഞാനൊരിക്കൽ ഒരു ടെലിവിഷനിൽ കണ്ട സുകുമാർ അഴീക്കോടിന്റെ പ്രസംഗത്തിന്റെ ഒരു ശകലത്തിൽ അത്തരത്തിലൊരു അനുഭവം നേരിട്ട് ബോധ്യപ്പെടുകയുണ്ടായി. അപ്പൊ അവിടെ സ്വാഗത പ്രഭാഷകൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ അബദ്ധം പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി പോകാറുണ്ട്. സ്വാഗത പ്രഭാഷകൻ പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി വന്ധ്യ വയോധികനായ മഹാപണ്ഡിതനായ ഗുരുശ്രേഷ്ഠനായ ഡോക്ടർ സുകുമാർ അഴീക്കോട് സാർ എന്നൊക്കെ പറഞ്ഞു. മാഷ് പ്രസംഗം ആരംഭിച്ച് എങ്ങനെയാണ്, എനിക്ക് വയസ്സായി എന്നുള്ളത് ശരിയാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതും ശരിയാണ്, എന്ന് വെച്ച് എന്നെ വന്ധ്യനെന്ന് പറയാമോ, അങ്ങനെ തീർത്ത് പറയാമോ? പെട്ടെന്ന് സദസ്സ് അങ്ങ് റിലാക്സ്ഡായി. സ്വാഗത പ്രഭാഷകനെ അങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല, പക്ഷേ സദസ്സ് ഒന്ന് ഇളകി. അതുവരെ വരിഞ്ഞു മുറുകി നിന്ന അന്തരീക്ഷത്തിന് ഒരു അയവ് വന്നു. നർമ്മകേരളി എന്ന് പറഞ്ഞ് ഹാസ്യം വിതറുന്ന ഒരു സംഘടനയുണ്ട് തിരുവനന്തപുരത്ത്, വർഷങ്ങളായി ഉള്ളതാണ്. അവിടെ നമ്മുടെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ പ്രഭാഷകനെ, നർമ്മരസികനായ രാഷ്ട്രീയ പ്രഭാഷകനെ ഒരു വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചു. വളരെ കാലം മുമ്പാണ്. അദ്ദേഹം പറഞ്ഞു, പ്രഭാഷണം ആരംഭിച്ചിങ്ങനെയാണ്, ഞാനിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞതാണ് സംഘാടകരോട്. അവർ വിളിക്കാൻ വന്നപ്പോഴും പറഞ്ഞതാണ്. പിന്നെ അവരുടെ നിർബന്ധം കൊണ്ട് വന്നതാണ്. കാരണം എന്റെ മുൻവരിയിലെ 2 പല്ലുകൾ നമ്മുടെ ഈ മന്ത്രിസഭയിലെ ഘടക കക്ഷികൾ പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അന്ന് മന്ത്രിസഭയിൽ പല കക്ഷികളും വന്നും പോയും വരാനും പോകാനും ഒക്കെ ആയിട്ട് അങ്ങനെ ആടിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു.
സന്ദർഭോചിതമായി അദ്ദേഹം അതിവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സദസ്സ് നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം പ്രസാദാത്മകമായ ഒരു അവസ്ഥയിലേക്ക് അങ്ങ് മാറി. ഞാനിപ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന എന്നെ പഠിപ്പിച്ച പ്രൊഫസർ ആനന്ദക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ആനന്ദക്കുത്തൻ എന്നേ ആവുകയും, കാരണം പല്ലുകൾ ആടിക്കൊണ്ടിരിക്കുക. ഈ വിധത്തിൽ അചഞ്ചലമായ ആത്മവിശ്വാസമുണ്ടെങ്കിലേ ഫലിതങ്ങൾ പറയാൻ പാടുള്ളൂ. ഇനി ആളുകളെ കയ്യിലെടുക്കാനെന്ന് പറഞ്ഞ് ഈയിടയ്ക്ക് ഒരാള് ഒരു ലേഖനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, അശ്ലീല ഫലിതങ്ങളാവാം, ആളുകൾ വേഗം വശംവദരാകും. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയട്ടെ, ഒരിക്കലും വേദിയിൽ അശ്ലീല ഫലിതങ്ങൾ പറയാൻ ശ്രമിക്കരുത്. എങ്ങനെയായിരിക്കും തിരിച്ചു പോകുന്നതെന്നുള്ളത് യാതൊരു ഗ്യാരണ്ടിയും. എന്നാൽ ഫലിതങ്ങൾ പറയുന്നവരില്ലേ? വേളുകൃഷ്ണൻകുട്ടി പറഞ്ഞ, മനോഹരമായി പറഞ്ഞ ഒരുപാട് ഫലിതങ്ങളുണ്ട്. പക്ഷെ അതിനും ഒരു വരമ്പുണ്ട്, അതിനും ഒരു സീമയുണ്ട്. ആ സീമയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവതരണ വൈദഗ്ധ്യം കൊണ്ട് അവർക്ക് ഒരു വിധത്തിൽ അത് ഫലിപ്പിച്ചിട്ട് പോകാൻ സാധിച്ചിരുന്നു എങ്കിലും അത് പരീക്ഷിച്ചു നോക്കുന്നത് അത്ര പന്തിയല്ല. സന്ദർഭത്തിനിണങ്ങുന്ന വേണമെങ്കിൽ ഒരു അനുഭവം പറയാം. ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാൻ വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുദർശൻ എവിടെ നിൽക്കുന്നു? ഞാൻ വീട്ടിൽ വന്നു. പെട്ടെന്ന് നമ്മുടെ പഞ്ചായത്ത് ഹാളിൽ വരണം, പോണം. എന്താണ്? അവിടെ നേഴ്സുമാരുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. അതുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യണം. അത് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്, നമ്മുടെ മന്ത്രിയാണ് അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്നത്. ഇപ്പൊ ഈ കോഡ് ഓഫ് കോണ്ടക്ട് വന്നല്ലോ, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തല്ലോ, അതുകൊണ്ട് അവർക്കൊന്നും പങ്കെടുക്കാൻ കഴിയില്ല. അപ്പൊ മുഖ്യമന്ത്രി എന്നെ ചുമതലപ്പെടുത്തി, ഞാനിപ്പോ വേറൊരു മീറ്റിങ്ങിലാണ്, താങ്കൾ അവിടെ പോയി അത് ഉദ്ഘാടനം ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാൻ നോക്കും? ഞാൻ അവിടെ ചെല്ലുമ്പോ വലിയ സദസ്സ്, അമ്പിച്ച സദസ്സ്, കേരളത്തിലെ മുഴുവൻ നഴ്സുമാരുടെയും പ്രതിനിധികൾ, സീറ്റൊന്നും ഒഴിവില്ല, എല്ലാവരും നിൽക്കുന്നുണ്ട്, വേദി നിറച്ച് മറ്റാളുകൾ. ഞാനത് ഉദ്ഘാടനം ചെയ്തു. അവർ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് വകുപ്പ് സെക്രട്ടറിയാണ്. അപ്പോ എന്നെ അവർ വേഗം സ്വീകരിക്കണമെന്നില്ല. എനിക്ക് അപരിചിതരായ ഒരു സദസ്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിപ്പോ ആമുഖമായി പറഞ്ഞു, ആദ്യം പറഞ്ഞു, നിങ്ങൾ നേഴ്സുമാർ ഭൂമിയിലെ മാലാഖമാരാണ് എന്ന് പറഞ്ഞപ്പോ തന്നെ ചെറിയ കയ്യടി, ചെറിയതല്ല വലിയ കയ്യടിയൊക്കെ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, പണ്ട് ഒരു ഗ്രാമീണ വായനശാല ഉദ്ഘാടനം ചെയ്യാൻ അതിന്റെ ഭാരവാഹികളെല്ലാം കൂടെ നോട്ടീസ് അടിച്ചിട്ട് അറിയിപ്പ് നൽകി. സിനിമാ നടി ഉണ്ണിമേരി ഈ വായനശാല ഉദ്ഘാടനം ചെയ്തു. സിനിമാ നടി ഉണ്ണിമേരിയുടെ ആയകാലം കണ്ടമാനം ആളുകൂടി. ആ ഗ്രാമത്തിലുള്ളവർ മാത്രമല്ല, അയൽ ഗ്രാമത്തിലുള്ളവർ മാത്രമല്ല, പട്ടണത്തിൽ നിന്ന് ഒരു ആൾ വന്നു. വൻ ജനക്കൂട്ടം. എല്ലാവരും ഉണ്ണിമേരിയെ കാണാൻ വേണ്ടി തത്രപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴുണ്ട് ഒരു അനൗൺസ്മെന്റ്, നാട്ടുകാരെ, പ്രിയമുള്ളവരെ ക്ഷമിക്കണം, ഒരു തിരുത്തുണ്ട്. ഈ ഉദ്ഘാടനം ചെയ്യുന്നത് ഉണ്ണിമേരിയല്ല, ഉണ്ണിമേശ്ശേരിയാണെന്ന്. ഉണ്ണിമേശ്ശേരി 46 തയ്യലോടെയാണ് ഒടുവിൽ 2 ആഴ്ച കഴിഞ്ഞ് ആശുപത്രി വിട്ടതെന്നാണ്. ഈ സംഭവം ഞാനവിടെ പറഞ്ഞു. ഉണ്ണിമേശ്ശേരിയുടെ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ജനം ആൾക്കൂട്ടം വളരെയധികം അത് സ്വീകരിച്ചു, രസിച്ചു, കൈയടിച്ചു. എനിക്ക് പിന്നെ വലിയ ജോലിയില്ലായിരുന്നു, വളരെ പെട്ടെന്ന് ഞാനത് നിർവഹിച്ചിട്ട് പോവുകയും ചെയ്തു. അപ്പൊ നമ്മൾ പറയുന്ന അനുഭവം ആ സന്ദർഭവുമായി ഇണങ്ങുന്ന അനുഭവമായിരിക്കും. പിന്നെയോ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എത്ര എളുപ്പമാണ് പറഞ്ഞിരിക്കുന്നത്. കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു പ്രസംഗം കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് നല്ലതാണ്. പക്ഷേ ഒരു കഥ പറഞ്ഞ ആളുകളെ ആകർഷിക്കണമെങ്കിൽ കഥാകഥന വൈഭവം വേണം, അതും വേണം. അപ്പൊ പ്രഭാഷകൻ, ഞാൻ പറഞ്ഞുവല്ലോ, പ്രഭാഷണം എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ആണ്. അതിനകത്ത് കഥ പറച്ചിലുണ്ട്, കവിത ചൊല്ലലുണ്ട്, ഫലിതമുണ്ട്, നർമ്മബോധമുണ്ട്, പിന്നെയോ അവതരണ മികവുണ്ട്, വിജ്ഞാനത്തിന്റെ വിതരണമുണ്ട്.
ഇതെല്ലാം ചേരുന്ന ഒരു കലാവിരുന്നാണ് പ്രസംഗം, പ്രഭാഷണം. അതുകൊണ്ടാണല്ലോ പ്രഭാഷണ രംഗത്ത് അധികം ആളുകൾ അങ്ങനെ ശ്രദ്ധേയരായി തീരാതെ പോകുന്നത്. ഈ വൈഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലേ അതൊരു കലാരൂപമായി മാറുന്നുള്ളൂ, ഒരു കലാവിദ്യയായി മാറുന്നുള്ളൂ. കഥ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടത്തെ ആകർഷിക്കണമെങ്കിൽ അതിനും ഒരു പരിശീലനം ആവശ്യമാണ്. കഥ പരത്തി പറയണം, കഥയിലെ സസ്പെൻസ് കളയുന്ന വിധത്തിലും പറയും. ചിലര് കഥ പറയുന്നത് കേട്ടില്ലേ, സിനിമാ കഥയൊക്കെ പറഞ്ഞ് ഏതാണ്ട് അവസാനിപ്പിക്കുക, ഒരു ഭാഗം വിട്ടുപോയി എന്ന് പറയും. എന്തൊരു ക്രൂരതയാണെന്നുള്ള. എനിക്ക് 95 തോന്നുന്നു മലയാള സാഹിത്യ സംഘം അവാർഡ് കിട്ടിയപ്പോൾ എൻ്റെ ജന്മനാട്ടിൽ ഒരു സ്വീകരണം നൽകി, അച്ഛൻ്റെ നാട്ടിൽ. അപ്പൊ ആ സ്വീകരണ വേദി അവർ സജ്ജീകരിച്ചത് ഒരു വലിയ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തായിട്ടാണ്. അപ്പൊ അതിന്റെ മുമ്പേ ധാരാളം ബസ്സുകൾ വന്ന് നിൽക്കുന്നു. അവിടെ വരെ ബസ്സുള്ളൂ. പിന്നെ ആളുകൾ ഇറങ്ങുന്നു, അടുത്ത സിറ്റിയിലേക്ക് വരേണ്ടവർ അതിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ഒരു ബസ് സ്റ്റാർട്ടാകാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് എന്റെ മറുപടി പ്രസംഗം നടന്നുകൊണ്ടിരുന്നത്. ഈ ബസ്സിൽ ഇരിക്കുന്നവരൊക്കെ വെറുതെ ഇരിക്കുകയല്ലേ, അവരിതൊക്കെ കേട്ടോണ്ടിരിക്കുന്നു. ഞാൻ അവിടെ സസ്പെൻസിനെ കുറിച്ച് ഒരു കഥ പറഞ്ഞു. അലക്സി കുര്യൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, ബാങ്കിൽ ജോലിയുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് ഒരു കത്ത് കിട്ടി. ആ കത്തിലെ ഭാഷ അയാൾക്ക് അറിഞ്ഞുകൂടാ. ഏതോ ഒരു ഭാഷ, വിദേശ ഭാഷ, സ്പാനിഷോ അങ്ങനെ എന്തോ ഒരു ഭാഷ. അപ്പൊ പെട്ടെന്ന് ആരോ പറഞ്ഞു, ഈ ഭാഷ നമ്മുടെ മാനേജർക്ക് അറിയാം, ചീഫിനറിയാം. അദ്ദേഹത്തിന്റെ ചീഫിന്റെ ക്യാബിനിൽ ചെന്നു. എന്താ അലക്സി? ഇല്ല, എനിക്ക് സാർ ഒരു കത്ത് കിട്ടി, സാറിന് ഈ ഭാഷ അറിയോ? ഓ, തരൂ. അദ്ദേഹം വായിച്ചിട്ട് അലക്സിയോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ ഒരു പേപ്പർ കൊണ്ട് കൊടുത്തു. അയാളുടെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. ഇയാള് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ കത്ത് വായിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത് അദ്ദേഹത്തെ കണ്ട് ചോദിക്കാൻ പോയപ്പോ അവിടെ പാറാവ് നിൽക്കുന്ന ആൾ പറഞ്ഞു, കടത്തി വിടണ്ടെന്ന് പറഞ്ഞു. ആകെ ടെൻഷനായി. അയാൾ നേരെ വീട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോഴാണ് പട്ടണത്തിലെ ലോഡ്ജില് അയാളുടെ ഒരു സുഹൃത്തുണ്ട്, നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാൾ ഇപ്പൊ പകല് കാണും. അയാൾക്ക് ഈ ഭാഷ അറിയാം, അയാൾ ഈ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്ന ആളാണ്. അയാളെ പോയി കാണാം. ഭാഗ്യത്തിന് അയാൾ ഉണ്ടായിരുന്നു, ഉറങ്ങുകയല്ലായിരുന്നു. അയാൾ ചെന്നു. എന്താ അലക്സി, ഇത് പോയില്ലേ? ഇല്ല, ഒരു ചെറിയ പ്രശ്നം. എന്താണ്? എനിക്കൊരു കത്ത് ഒന്ന് വായിച്ചു നോക്കി. ഈ ഭാഷ അറിയാം. അയാൾ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, മിസ്റ്റർ അലക്സി കുര്യൻ, നമ്മൾ ഇന്നുവരെയും സുഹൃത്തുക്കളായിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു. നമ്മൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മേലിൽ എന്നെ കാണാൻ നിങ്ങൾ വരരുത്. നമ്മൾ ഇവിടെ വെച്ച് പിരിയാണ്. പൊയ്ക്കോളൂ. എന്താ പ്രശ്നം? യു പ്ലീസ് ഗെറ്റ് ഔട്ട്. വെളിയിൽ ഇറങ്ങി. എന്തൊരു കഷ്ടമാണ്. അപ്പോഴാണ് പുള്ളി ഓർത്തത്, ഇയാളുടെ ഭാര്യയ്ക്ക് ചില ഭാഷകളൊക്കെ അറിയാം. അതൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അന്ന് അതൊന്നും ശ്രദ്ധിച്ചില്ല. വേഗം വീട്ടിൽ വന്നപ്പോ ഭാര്യ ആകെ ഉത്കണ്ഠാവില്ലേ. കാരണം പ്രതീക്ഷിക്കാതെ ഭർത്താവ് കയറി വന്ന ഉത്കണ്ഠാവില്ലേ ആവുമല്ലോ. ഓഫീസിൽ പോയ ആളാണ്, ചോറും കൊണ്ടൊക്കെ പോയ ആളാണ്. എന്താ ലക്സി, എന്തു പറ്റി? അല്ല, വേർക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? അല്ല മാർഗരറ്റ്, എനിക്കൊരു കത്ത് വന്നു. ഈ കത്ത് അപകടകരമായ കത്താണെന്ന് തോന്നുന്നു. ഈ കത്തൊന്ന് വായിച്ചേ. ഞാനു അവള് വായിച്ചു. 1 സെക്കൻഡ് അവൾ അകത്തുപോയി. 1 സെക്കൻഡ് അല്ല, കൂടുതൽ സെക്കൻഡ് എടുത്തു. അവൾ തിരിച്ചു വന്നത് തന്നെ പെട്ടിയും എല്ലാം എടുത്തുകൊണ്ടാണ്. അവള് പറഞ്ഞു, ഞാൻ സ്കൂളിൽ ചെന്ന് മോളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇനി ഒരിക്കലും എന്നെയോ മകളെയോ കാണാൻ അങ്ങോട്ട് വന്നേക്കരുത്. നമ്മൾ ഇവിടെ വെച്ച് പിരിയുന്നു. ഗുഡ് ബൈ. ഇത് വലിയൊരു സസ്പെൻസ് എഴുത്തുകാരനോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കലാശാല വിദ്യാർത്ഥികൾ കണ്ടപ്പോൾ, അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടതാണ് ഒരു സസ്പെൻസ് കഥ. അങ്ങ് സസ്പെൻസിന്റെ ധാരാളം കൃതികൾ രചിച്ചതാണല്ലോ. ഒരു സസ്പെൻസ് കഥ ഇപ്പൊ പറയാമോ? ഇപ്പൊ ഉണ്ടാക്കി പറയാമോ? അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ പറയണോ? ഇപ്പൊ പറയാമോ? അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞാണ് ഈ കഥ. ഈ ഭാര്യ പോയി കഴിഞ്ഞ് ഇയാൾ അന്താളിച്ച് നിൽക്കുമ്പോൾ ട്രെയിൻ വന്നു. ഈ സസ്പെൻസ് എഴുത്തുകാരൻ ടാറ്റ പറഞ്ഞ് പോവുകയും ചെയ്തു. പിള്ളേരാകെ
ബുദ്ധിമുട്ടിലുമായി. ഈ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല. ഒരു ബസ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിറച്ച് യാത്രക്കാരുമായി. കണ്ടക്ടറും കയറി, ഡ്രൈവർ നേരത്തെ കയറി. പക്ഷെ അവർ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നവരെയും ആ ബസ് സ്റ്റാർട്ടാവാതെ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഥ പറയുക എന്ന് പറയുന്നത് ആ വിധത്തിൽ നമ്മൾ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ ആ കഥയ്ക്ക് ആ വിധത്തിലുള്ള ഒരു ആസ്വാദന നിലവാരം ഉണ്ടാവുകയും. കവിത പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് പറയുന്നവരുണ്ട്. കവിത പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോഴുള്ള ഒരു വലിയ അപകടം, ആ കവിത നമുക്ക് നല്ല ഹൃദിസ്ഥമായിരിക്കണം. പ്രൊഫസർ എം കൃഷ്ണൻ നായർ, ഇപ്പോ പല പ്രഭാഷകന്മാരും അങ്ങനെ കവിത പ്രസംഗത്തിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷെ കവിത നല്ലൊരു എംബലിഷ്മെന്റ് ആണ്, നല്ലൊരു അലങ്കാരമാണ്. പ്രഭാഷണത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫലിതം പോലെ, അതുപോലെ കഥകൾ പറയുന്നത് പോലെ തന്നെ കവിത ആ സന്ദർഭവുമായി ഇണങ്ങുന്ന കവിത ചൊല്ലാൻ കഴിയുമെങ്കിൽ അത് അതിമനോഹരമായ ഒരു അനുഭവമായിരിക്കും. ശ്രീ എം കൃഷ്ണൻ നായർ തന്റെ പ്രഭാഷണങ്ങളിൽ വളരെ ബോധപൂർവം ചങ്ങമ്പുഴയുടെ കവിതകൾ ചൊല്ലുമായിരുന്നു. അപ്പുഴ വക്കില പൂങ്കാവിലായിരം അപ്സര കന്യമാരെത്തി, നീരാള സാരി ഉലഞ്ഞതിൽ നീരസം ഭാവിച്ചൊരുത്തി, നേരെ പകുത്തിട്ടു കെട്ടിയ കാർകുഴൽ നേരെയായില്ലെന്നൊരുത്തി, നെറ്റിയിൽ കുങ്കുമ പൊട്ടിട്ടതന്നത്ര പറ്റിയിട്ടില്ലെന്നൊരുത്തി. ഈ വിധത്തിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കവിതകൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചൊല്ലും. ഇത്തരത്തിലുള്ള ചങ്ങമ്പുഴയുടെ അല്പം ലളിത സ്വഭാവമുള്ള വൈഷയിക താല്പര്യമുള്ള കൗതുകമുണർത്തുന്ന കവിതകൾ ചൊല്ലിയാൽ മാഷിന് അദ്ദേഹത്തിന് തന്നെ തോന്നും മോശമായിപ്പോയോ. ഉടൻ അദ്ദേഹം കുമാരനാശാന്റെ വരികൾ ഉദ്ധരിക്കും. കുമാരനാശാന്റെ ഏതെങ്കിലും കൈവന്നിടേണ്ട നൃപന്റെ കിരീടവും ആവശ്യമില്ല എനിക്കിന്നു സാമ്രാജ്യവും, ഊരിയ വാളിനൂണാക്കി രിപുക്കള പാരിടമയ്യോ പിടിച്ചടക്കില്ല ഞാൻ, ശോണിത ശോണാക്ഷരങ്ങളിൽ അരുമിക്ഷോണിയിൽ വർണ്ണിച്ചെഴുതേണ്ട എൻ കഥ. ഇങ്ങനെയൊക്കെയുള്ള വരികൾ ചൊല്ലും. കുറച്ചു കഴിഞ്ഞിട്ട് വാസവദത്തയുടെ വളരെ ലളിതമായ ഭാഗങ്ങൾ അവതരിപ്പിക്കും. ഒട്ടുനാൾ മുമ്പ് അവൾ ഒരു തൊഴിലാളി പ്രമാണിതൻ ഇഷ്ടകാമുകിയായി വാണു രമിച്ചിരുന്നു. കഷ്ടകാലത്തിനപ്പോഴ കാളവണ്ടിയിൽ നാം കണ്ട ചെട്ടിയാരതിഥിയായി ചെന്ന് അടുത്തുകൂടി. അഭ്യസൂയം ഇരുവർക്കും ഉളവാകാതിരിക്കുവാൻ അഭ്യസിച്ച തന്ത്രമെല്ലാം അവർ കാണിച്ചു. ഒരു കാര്യം നിരൂപിച്ചാൽ ഒരുവൻ കാമ്യൻ, മറ്റൊരു കാര്യം നനയ്ക്കുമ്പോൾ മറ്റവൻ മാന്യൻ. ഒരുവനെ പിരിവാനും ഒരു കാലത്തു രണ്ടാളെ വരിപ്പാനും പണിയായി വലഞ്ഞു തന്നെ. ഇങ്ങനെയൊക്കെയുള്ള വരികൾ അനായാസമായി, അനർഗളമായി, അനുസ്യൂതമായി ചൊല്ലണം എങ്കിൽ, ചൊല്ലിയാൽ പ്രഭാഷണം വളരെ നന്നായിരിക്കും. ചൊല്ലണം എങ്കിൽ ഇത് നമ്മൾക്ക് ഹൃദിസ്ഥമായിരിക്കും. ഈ പ്രഭാഷണത്തിന് വേണ്ടി പഠിച്ചതാവരുത് എന്നുള്ളതാണ് അതിലെ സുപ്രധാനമായ വസ്തുത. പണ്ട് ഒരാള് പ്രഭാഷണ വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വള്ളത്തോളിന്റെ 4 വരികളാണ്. എന്നിട്ടോ അത് ഓർമ്മ വരാതിരിക്കുകയും ചെയ്തു. അയാൾ പിന്നെ എങ്ങനെ പോയി എന്നറിഞ്ഞൂടാ ആ ഭാഗത്തു നിന്ന്. അപ്പോ ഈ പ്രഭാഷകന് വേദിയിൽ പ്രത്യുൽപ്പന്ന മതിത്വം വേണം. പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറഞ്ഞാൽ അവസരത്തിനൊത്ത് ഉയർന്ന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്ന അസാധാരണമായ ഒരു കഴിവാണ്. അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ സമയം കുറവായതുകൊണ്ട് പോകുന്നില്ല, അധികം ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ വിധത്തിൽ അത് പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് മനസാന്നിധ്യം ഉണ്ടാവും. ഒരു ടെൻഷനിലൂടെ ഒരിക്കലും ഒരു പ്രഭാഷണ വേദിയിൽ സദസ്സിനെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കരുത്. നമുക്ക് അസാധാരണമായ മനസാന്നിധ്യം വേണം. ഏറ്റവും അധികം പ്രത്യുൽപ്പന്ന മതിത്വത്തിൽ അധികമായ വൈഭവം ഉണ്ടായിരുന്ന ആള് ബെർണാഡ് ഷായാണ്. പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ ആ വിധത്തിലുള്ളത്. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ജീവിതകാലം മുഴുവൻ അവിവാഹിതനായ ഒരാൾ ജീവിക്കുന്നു, അയാളുടെ ജീവിതം പോലെ മോശപ്പെട്ട മ്ലേച്ഛമായ ഒരു ജീവിതം വേറെ ഉണ്ടോ?
ജീവിതത്തിന്റെ രസഭേദങ്ങൾ അറിയാതെ, ഉപ്പും മുളകും രുചിയും ഒന്നും അറിയാതെ അവിവാഹിതനായിട്ട്, ശുദ്ധ അവിവാഹിതനായിട്ട് കഴിയുന്ന ഒരാളുടെ ജീവിതം പോലെ മ്ലേച്ഛമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഷാ പറഞ്ഞത് എന്താണെന്നറിയോ? കൊള്ളാം, അതിനേക്കാൾ മ്ലേച്ഛമല്ലേ ഈ അവിവാഹിതന്റെ മകനായിട്ട് ഒരുത്തൻ ജീവിക്കുന്നത്. അത് പെട്ടെന്ന് പറയുന്നതാണ്. ഇങ്ങനെ പെട്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് മനസാന്നിധ്യം ഉണ്ടാകും. നമ്മള് വേദിയിൽ എങ്ങനെ സംസാരിക്കണം, പറയണം എന്നുള്ളത് തിരുക്കുറളിലാണെന്ന് തോന്നുന്നു. പറയുമല്ലോ, അൻപാകെ പേശ്. അങ്ങനെ കുറെ മൊഴിമുത്തുകളുണ്ട്. അത് പ്രഭാഷകന്മാർക്ക് വളരെ സ്വീകരിക്കാവുന്നതും പ്രായോഗികമാക്കാവുന്നതുമായ മൊഴിമുത്തുകൾ തന്നെയാണ്. അൻപാകെ പേശ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ സംസാരിക്കുക. നമ്മൾ ഏത് വിഷയം അവതരിപ്പിക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ നേരിട്ട് പറയുകയാണ് എന്ന ഫീൽ നൽകുന്ന വിധത്തിൽ സ്നേഹത്തോടെ, ആ വിധത്തിലുള്ള വാക്കുകളിലൂടെ, ശബ്ദ വ്യതിയാനത്തിലൂടെ, മുഖപ്രസന്നതയിലൂടെ സ്നേഹപൂർവം അവതരിപ്പിക്കുക. ഒരിക്കലും ഈ വാക്കുകൾ നമ്മുടെ നിത്യജീവിതത്തിലെ സംഭാഷണത്തിൽ നമ്മളെ മനുഷ്യരോട്, മറ്റുള്ളവരോട്, സഹജീവികളോട്, സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് ഒരു സൂചിക എന്ന പോലെ പറഞ്ഞ വരികളാണെങ്കിലും പ്രസംഗകലയെ സംബന്ധിച്ച് അത് വളരെ അനുയോജ്യമാണ്. അൻപാകെ പേശ്, ഇനിമയാകെ പേശ്, മധുരമായി സംസാരിക്കുക. ഒട്ടുമൊട്ടും ഒരാൾക്ക് അപ്രിയമായ കാര്യം പറയുമ്പോഴും അയാൾക്ക് അത് അപ്രിയമെന്ന് തോന്നാത്ത വിധം ഒരു പ്രഭാഷകന് അപ്രിയ സത്യങ്ങൾ പറയേണ്ടി വരും. പക്ഷെ അവിടെ അപ്പോൾ തന്നെ ഒരു ലാത്തി ചാർജ് ഉണ്ടാക്കുന്ന വിധത്തിലാവരുത് അതിന്റെ ആവിഷ്കാരം. പിന്നെയോ ഇനിമയാകെ പേശ്. അതിനേക്കാൾ പ്രധാനമാണ് ഉണ്മയെ പേശ്. എന്താണ് ഉണ്മയെ പേശ് എന്ന് പറയുന്നത്? സത്യമായി പറയുക, സത്യം മാത്രം പറയുക. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഒരു പ്രഭാഷകന് ഞാൻ പറഞ്ഞ എല്ലാ സിദ്ധികളും ഉണ്ട്. അവതരണ വൈഭവമുണ്ട്, നർമ്മ ബോധമുണ്ട്, കഥ പറയാൻ കഴിവുണ്ട്, കവിത പറയാൻ കഴിവുണ്ട്. ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു മാസ്മരിക കലാവിദ്യ പോലെ തന്നെ പ്രഭാഷണത്തെ അവതരിപ്പിക്കാൻ കഴിവുണ്ട്. എങ്കിലും അയാൾ പറയുന്നതിൽ സത്യമില്ല എങ്കിൽ, അതിൽ സത്യത്തിന്റെ സ്ഫുരണമില്ല എങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല. ആ പ്രഭാഷകൻ വാഴ്ത്തപ്പെടില്ല. സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഉണ്മയെ പേശ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നതിൽ സത്യമുണ്ടാകണം. പിന്നെയോ നന്മയെ പേശ്. നമ്മൾ ഈ പറയുന്നത്, നമ്മുടെ പ്രഭാഷണം സമൂഹത്തിന് നന്മയായി ഭവിക്കണം, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം. അത് കേട്ടിട്ട് പോകുന്ന ഓരോ ആളിനും ഏതെങ്കിലും വിധത്തിൽ അത് സ്വാധീനിക്കുകയും അവരുടെ ജീവിത രീതിയെ നല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രചോദനാത്മകമായി സ്വാധീനിക്കുകയും വേണം. അപ്പോഴാണത് നന്മ നിറഞ്ഞ പ്രഭാഷണമാകുന്നത്. ഈ നന്മ എന്ന് പറയുന്നത് അവരുടെ മനസ്സിനെ ഏറ്റവും കുറഞ്ഞത് ഉല്ലസിപ്പിക്കുകയെങ്കിലും ചെയ്താൽ അതും ഒരു നന്മയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് സമയം പോയത് അറിഞ്ഞില്ല, മറ്റെല്ലാം മറന്ന് ഞാനിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അതൊരു നന്മയാണ്. അതുകൊണ്ട് നന്മയെ പേശ്, മെതുവാക പേശ്, മൃദുവായി സംസാരിക്കുക. ഘോരമായി അല്ല സംസാരിക്കുക. ഘനഗംഭീരമായി സംസാരിക്കാം, പക്ഷേ കൂടുതലും നമ്മൾ മൃദുവായി സംസാരിക്കണം. ഞാൻ ഒരിക്കൽ അഴീക്കോട് മാഷിനോട് ചോദിച്ചു, അങ്ങ് പ്രഭാഷണം തുടങ്ങുമ്പോഴെല്ലാം വളരെ ശബ്ദം കുറച്ചാണല്ലോ തുടങ്ങുന്നത്. അത് പലപ്പോഴും ആളുകൾ ഇങ്ങനെ നിവർന്നിരിക്കുന്നത് കേൾക്കാം, ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറ്റി. അദ്ദേഹം പറഞ്ഞു, ഉറച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ അകന്നു പോകും. നമ്മൾ മൃദുവായി സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ജിജ്ഞാസയോടെ ആളുകൾ മുന്നോട്ട് വരും. ചാരിയിരിക്കുന്ന ആൾ നിവർന്നിരിക്കും. അവരുടെ ശ്രദ്ധ പൂർണ്ണമായി നമ്മളിൽ സമർപ്പിക്കും. അത് മൃദുവായി സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഘോരമായി സംസാരിക്കുമ്പോൾ, ഭയങ്കര ശബ്ദത്തിൽ, ഹൈ വോളിയത്തിൽ സംസാരിക്കുമ്പോൾ ആളുകൾ അകലുകയാണ്. ഭയങ്കര ശബ്ദ ശല്യം എന്ന് പറഞ്ഞാൽ അകലുകയാണ്. അതാണ് മൃദുവാകെ പേശ് എന്ന് പറയുന്നത്. പിന്നെയോ ചിന്തിത്ത് പേശ്, ആലോചിച്ച് സംസാരിക്കണം. ഒരു പ്രഭാഷകൻ ഒരു ആലോചനയുമില്ലാതെ വന്ന് സംസാരിക്കുന്നു. അദ്ദേഹം
പണ്ട് കുറെ വായിച്ചിട്ടുണ്ട്, കുറെ കവിതകളൊക്കെ ഓർമ്മയിലുണ്ട്, കുറെ ഉദ്ധരണികളൊക്കെ എപ്പോഴും പറയാൻ കഴിയുന്നതുണ്ട് എന്ന് വെച്ച് ഏത് വിഷയവും ഏറ്റിട്ട് ഓഫ് ഹാൻഡ് ആയിട്ട് വന്ന് സംസാരിക്കരുത്. സംസാരിക്കാൻ വരുമ്പോൾ ചിന്തിത്ത് പേശ്, ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ. പലപ്പോഴും ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്, ഡോക്ടർ സുകുമാർ അഴീക്കോട് തിരുവനന്തപുരത്ത് വരുമ്പോൾ 3-4 പ്രഭാഷണങ്ങളുണ്ടാവും. അദ്ദേഹം ട്രിവാൻഡ്രം ഹോട്ടലിലാണ് താമസിക്കുന്നത്. ട്രിവാൻഡ്രം ഹോട്ടലിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തെ വന്നെന്നറിഞ്ഞാൽ തന്നെ ധാരാളം ആളുകൾ പിന്നെ അദ്ദേഹത്തെ കാണാൻ വരും. അദ്ദേഹത്തിന് ഒരു പ്രഭാഷണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ ഒട്ടും സമയം കിട്ടാറില്ല. അദ്ദേഹം എപ്പോഴും തിരക്കിലാണ്, ജനങ്ങളുടെ കൂടെയാണ്. പക്ഷേ അതിനകത്തൊരു രഹസ്യമുള്ളത്, അന്നൊക്കെ അദ്ദേഹം തീവണ്ടിയിലാണ് വരിക. ഈ തീവണ്ടിയിൽ AC കമ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം തന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണമായ രൂപകൽപ്പന നൽകിയിരിക്കും. എന്തൊക്കെ പറയണം, എങ്ങനെ തുടങ്ങണം, ക്ലൈമാക്സ് എന്തായിരിക്കണം, നാളെ പത്രത്തിൽ വരുന്ന ശീർഷക വാചകം എന്താവണം, അതുവരെ കൃത്യമായി സൂക്ഷ്മമായി കൃത്യതയോടെ നിർണയിച്ചതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. അപ്പോ ആലോചിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെയോ സഭയറിന്ത് പേശ്, സന്ദർഭം അറിഞ്ഞ് വേണം സംസാരിക്കാൻ. ഇപ്പൊ ഒരു അനുശോചന യോഗമാണ്, അവിടെ നമ്മൾ ഫലിതങ്ങൾ പറയരുത്. പ്രതിഷേധ യോഗമാണ്, വലിയൊരു പാതകം സംഭവിച്ചിരിക്കുന്നു, വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു, വലിയൊരു ആളുകൾ മുഴുവൻ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അത് ചെയ്തവർക്കെതിരെയുള്ള പ്രതിഷേധ യോഗത്തിൽ ആ പ്രതിഷേധത്തിന്റെ ആ സന്ദർഭത്തിന് ഇണങ്ങുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വാക്കുകൾ. സഭയറിന്ത് പേശ്. അവസാനത്തെ വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പേശാതിരുന്തും പഴക്. എല്ലാ പ്രഭാഷകന്മാരും പ്രഭാഷണ വിദ്യാർത്ഥികളും ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ വേദികളിലും നമ്മൾ പ്രസംഗിക്കണമെന്നില്ല. പേശാതിരുന്തും പഴക്. ഒരിക്കൽ പ്രൊഫസർ S. ഗുപ്തൻ നായർ സാറിനോടൊപ്പം പറഞ്ഞുവല്ലോ, എനിക്ക് അങ്ങനെയുള്ള ചില സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 23ാമത്തെ വയസ്സിൽ ശിവനാട് കുഞ്ഞമ്പിള്ള സാറ് ഉള്ള വേദിയിൽ സംസാരിച്ചതുപോലെ തന്നെ ഏതാണ്ട് അതേ പ്രായത്തിൽ അയ്യപ്പള്ളി ആശാൻ സ്മാരകം സമിതിയുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ പോവുകയാണ്. എന്റെ കൂടെ വരുന്ന ആരാണ്? പ്രൊഫസർ S. ഗുപ്തൻ നായർ സാർ, പിന്നെയോ TN ഗോപിനാഥൻ നായർ, പിന്നെയോ നാഗവള്ളി RS കുറുപ്പ്. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ അല്ല, വന്യ വയോധികരാണ്. ആ കാറിലാണ് ഞാനും പോകുന്നത്. ഞങ്ങൾ അവിടെ ചെന്നു. TN ഒക്കെ നല്ല അവശതയിലാണ്. അപ്പോ കുറെ ദൂരം കടൽപ്പുറത്തുകൂടെ അണൽപ്പുറത്തുകൂടെ ഇങ്ങനെ പോണം ആ സമ്മേളന വേദിയിലെത്താൻ. അപ്പൊ ഒരു ചാരുകസേര കൊണ്ടുവന്ന് TN അതിൽ ഇരുത്തിയാണ് എടുത്തുകൊണ്ടാണ് പോയത്. അദ്ദേഹത്തിന് ആരോഗ്യനില അത്ര സുഖകരമല്ല. ആ വിധത്തിലൊക്കെ ഞങ്ങളെ അവിടെ കൊണ്ട് എത്തിച്ചു. സ്റ്റേജിൽ ഇരുന്നപ്പോഴുണ്ട് അവരുടെ കാര്യപരിപാടി കിട്ടി. കാര്യപരിപാടിയിൽ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയക്കാരൊക്കെയാണ് ആദ്യം സംസാരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് പ്രസിഡന്റോ മുൻ പഞ്ചായത്ത് പ്രസിഡന്റോ അങ്ങനെ കുറെ പേർ, അവരൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് ഗുപ്തൻ നായർ സാറും ഈ പറഞ്ഞവരും പിന്നെ ഞാൻ ഏറ്റവും അവസാനം. അപ്പൊ ഗുപ്തൻ നായർ സാറ് അവര് തമ്മിൽ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, സുദർശൻ, ഞങ്ങളൊരു തീരുമാനം എടുത്തു, നമ്മളിവിടെ 2 മിനിറ്റേ സംസാരിക്കും. കാരണം അവർക്ക് സംസാരിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്. അവിടെ നിന്ന് ഇത്രയും ഈ ദ്രോഹം ചെയ്യരുതായിരുന്നു, അതായത് ഇവിടെ വന്നുപോയി. നമ്മൾ 2 മിനിറ്റ് സംസാരിച്ചാൽ മതി. എന്നാൽ അവർക്ക് സംസാരിക്കാൻ വേറെ ആളുണ്ടല്ലോ. ഞങ്ങൾ അത്രേ ചെയ്യുന്നുള്ളൂ, സുദർശന് ഇഷ്ടം പോലെ ചെയ്യാം, ഞങ്ങളുടെ താല്പര്യം 2 മിനിറ്റ് സംസാരിച്ചാൽ മതി എന്ന്. ഞാൻ എന്ത് ചെയ്യും? അവർക്ക് അതൊക്കെ പറയാം. ഈ പ്രായത്തിൽ എന്നെ ക്ഷണിച്ചത് എന്നിൽ നിന്നൊരു പ്രസംഗം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇത്രയും മഹാരഥന്മാർ കൂടെ ഉള്ളപ്പോൾ അവരിങ്ങനെ ഒരു നിർദ്ദേശം നൽകിയപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും ഞാനൊരു 6-7 മിനിറ്റ് സംസാരിച്ചു. 2 മിനിറ്റായിട്ട് അനുഭവപ്പെട്ടുള്ളൂ എന്ന് പിന്നെ മടക്കയാത്രയിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞ 6-7 മിനിറ്റ് സംസാരിച്ചു. അത്രയും സംസാരിച്ചിട്ട് തിരിച്ചു വന്ന ഗുപ്തൻ നായർ സാറ് അഭിനന്ദനാർഹമായി എന്റെ ചെവിയിൽ പറഞ്ഞു, യു കെപ്റ്റ് ദ വിൻഡ്.
അപ്പൊ ചിലടത്ത് നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് പോയാലും പ്രസംഗിക്കാൻ പറ്റിയെന്ന് വരില്ല. പേശാതിരുന്നും പഴക്. ഒരു ഓണക്കാലത്ത് ഒരു വലിയ ക്ഷേത്രം, കാട്ടുനട ദേവി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഇതുപോലെ മഹാരഥന്മാരോടൊപ്പം അവിടെ ചെല്ലുമ്പോൾ ഉണ്ട് ആരുമില്ല. പ്രഭാഷണത്തിന് പറ്റുന്ന ചില ബുദ്ധിമുട്ടുകളാണ്. പണ്ടൊരു പ്രഭാഷകൻ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരാളുമില്ല, ഒരാൾ നിൽക്കുന്നു, വേറെ ആരുമില്ല. അല്ലെ ചോദിച്ചു, മൈക്ക് ഓപ്പറേറ്റർ ആണോ? മറ്റേ ആള് പറയുകയാണ് മൈക്ക് ഓപ്പറേറ്റർ, അവൻ നേരത്തെ പോയി, ഞാൻ അടുത്ത് പ്രസംഗിക്കാനുള്ള ആളാണ്. ഈ വിധത്തിലൊക്കെയാണ്, അതാണ് പ്രഭാഷണത്തിലേക്ക് വന്നിരിക്കുന്ന അപജയം എന്ന് പറയുന്നത്. പലയിടത്തും ഇങ്ങനെയാണ് അവസ്ഥ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരാളും ഇല്ല. അപ്പൊ അതിന്റെ സംഘാടകർ പറഞ്ഞു, സാർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞങ്ങള് 4 കിലോമീറ്റർ ചുറ്റളവിൽ മൈക്ക് വെച്ചിരിക്കുകയാണ്, എല്ലാവരും വീട്ടില് കസേരയിട്ടിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു കുറവും വരുത്തില്ല. ഒരു കുറവും വരുത്തിയില്ല. എല്ലാവരും ദീർഘമായിട്ട് സംസാരിച്ചു. അന്നത്തെ PSC ചെയർമാനായിരുന്ന ശ്രീ കെ തങ്കപ്പൻ, നക്സലൈറ്റ് നേതാവായിരുന്ന ഫിലിപ്പ് എംബ്രസ്, അങ്ങനെയുള്ള ആൾക്കാർ. കുറെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള ബാലെ കാണാൻ വേണ്ടി സ്ത്രീകളും എല്ലാവരും വന്നു, ബാലെ തുടങ്ങാറായപ്പോ. അപ്പോ ഇവിടെ നേരത്തെ പ്രസംഗിച്ച ആൾ തീർന്നിട്ടില്ല, ഒരു കുറവും വരുത്താതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്റെ അടുത്ത് വന്നിട്ട് എന്റെ ഒരു സംഘാടകൻ പറഞ്ഞു, ഈ പ്രസംഗം നിർത്തിയാൽ കൊള്ളാം. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. പീപ്പിൾ ആർ ലിസണിങ് നോട്ട് ബിക്കോസ് ഓഫ് യു പീപ്പിൾ ബട്ട് ബിക്കോസ് ഓഫ് ദ ട്രോമ. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ കൊടുക്കണം കത്ത് കൊടുത്തു. മറ്റേ ആൾ നിർത്തി. പക്ഷെ ഞാൻ പറഞ്ഞു, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. കേട്ടതൊക്കെ മധുരമാണ്, കേൾക്കാനുള്ള അതിമധുരമാണ്. അതുകൊണ്ട് ഈ മധുരത്തിനും അതിമധുരത്തിനും ഇടയ്ക്ക് ഒരു കയ്പ വല്ലരി പോലെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് എന്റെ പ്രസംഗം മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ നമസ്കാരം. അമ്പിച്ച കയ്യടിയായി. തിരിച്ചു വരുമ്പോൾ അവരൊക്കെ പറഞ്ഞു, നമ്മളും അങ്ങനെ മതിയായിരുന്നു, നമ്മൾ അവരുടെ ശത്രുവായി. അപ്പോൾ പേശാതിരുന്നും പഴക് എന്ന് പറയുന്ന ആ നിയമവാചകം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ചുരുക്കുകയാണ്. ഒരു പ്രസംഗം അവസാനിപ്പിക്കേണ്ടത് എപ്പോൾ, എങ്ങനെ അവസാനിപ്പിക്കാം? ആമുഖമായി പറയട്ടെ, അപ്രതീക്ഷിതമായി അവസാനിപ്പിക്കണം, അവിചാരിതമായി അവസാനിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിക്കൊണ്ടുവന്ന എല്ലാ പോയിന്റും അവിടെ പറഞ്ഞിട്ടേ നിർത്തൂ എന്നൊന്നും വാശി പിടിക്കരുത്. നമ്മുടെ പ്രഭാഷണത്തെ വളരെ ശ്രദ്ധയോടെ അവർ പിന്തുടരുകയും ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഒരു ക്ലൈമാക്സ് കിട്ടുകയും ചെയ്താൽ അവിടെ അങ്ങ് നിർത്തും. അയ്യോ, തീർന്നു പോയല്ലോ എന്ന് തോന്നാം. പണ്ടൊരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, സാർ ഒന്ന് നിർത്തിയാൽ കൊള്ളാമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി? കൂത്താട്ടുകുളത്തേക്കുള്ള ലാസ്റ്റ് ബസ്സും പോറായി. അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ ഉണ്ടാക്കരുത്. ഒരാള് കുറെ പ്രസംഗിച്ചിട്ട് വാച്ചിൽ നോക്കി. അപ്പൊ വേറെ ആൾ പറഞ്ഞു, കലണ്ടറിൽ നോക്കുവാന്ന്. ദിവസം ഒന്ന് കഴിഞ്ഞു. ഒരു മന്ത്രി പണ്ട് ഒരു സ്ഥലത്ത് പോയപ്പോ ആരുമില്ല, പ്രഭാഷണം കേൾക്കാൻ ആരുമില്ല. മന്ത്രിയൊക്കെ വരുമ്പോ ആ വിധത്തിലായ പോരല്ലോ. സംഘാടകരോട് അദ്ദേഹം ചൂടായിട്ട് ചോദിച്ചു, ഞാനിവിടെ വരുന്ന കാര്യം നിങ്ങൾ ആരെയും അറിയിച്ചില്ലേ? ഒരു സംഘാടകൻ വളരെ വിനയത്തോടെ പറഞ്ഞു, സാർ ഞങ്ങൾ ആരെയും അറിയിച്ചില്ല, പക്ഷെ അവരറിഞ്ഞെന്ന് തോന്നുന്നു. ഇതൊക്കെ പ്രഭാഷകന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഒരു പ്രസംഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ആളുകൾക്ക് അപ്പോഴല്ല ആശ്വാസം തോന്നേണ്ടത്. ഈ കൊട്ടിന്റെ സുഖം, കൊട്ടുണ്ടല്ലോ ചെണ്ടമേളം, അതിന്റെ സുഖം അത് തീരുമ്പോഴാണെന്ന് ചൊല്ലി പറയും. ഓ, നല്ല ആശ്വാസമായി. അപ്പോൾ സദസ് ഉഷാറായിരിക്കുമ്പോൾ നമ്മൾ പ്രഭാഷണം അവസാനിപ്പിക്കണം. ഈ വിധത്തിൽ പ്രഭാഷണത്തെ ഒരു കലാരൂപമായി, ഒരു മാസ്മരികമായ, ജനത്തെ ആകർഷിക്കാൻ കഴിയുന്ന, ഒരിക്കൽ കേട്ടവർ അവരുടെ മനസ്സിൽ നമ്മുടെ എന്നും ചില്ലിട്ട് സൂക്ഷിക്കുന്ന വിധത്തിലുള്ള, നമ്മുടെ രൂപമല്ല നമ്മുടെ വാക്കുകളെയും നമ്മൾ പറഞ്ഞ ആശയങ്ങളെയും മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിക്കുന്ന വിധത്തിലുള്ള ഉജ്ജ്വലമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ കഴിയണമെങ്കിൽ ഈ വിധത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരു അനുശീലനമുണ്ട്, ഇതിന്റെ മുന്നിൽ സ്ഥിരമായ ഒരു പരിശീലനമുണ്ട്. ആ പരിശീലനമാണ്, ആ അനുശീലന പരിപാടിയാണ്, ആ പ്രയാസകരമായ സബരിയാണ് ആത്മാഗ്യാൻ ഏറ്റെടുത്തിരിക്കുന്നത്. എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ മുൻസി വർഗീസ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. പ്രഭാഷണം എന്ന് പറയുന്നത് കൈക്കുടന്നയിലെ തീർത്ഥം പോലെയാണ്. കൈക്കുടന്നയിലെ തീർത്ഥം നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ വിരലുകൾ ആ മട്ടിൽ പിടിച്ചിരിക്കണം. നമ്മുടെ കൈ ചരിയാൻ പാടില്ല.
വിരലുകൾ തമ്മിൽ അകലാൻ പാടില്ല. എങ്കിൽ മാത്രമേ ആ തീർത്ഥത്തെ നമുക്ക് സമൃദ്ധമായി നമ്മുടെ കൈക്കുമ്പിളിൽ സൂക്ഷിക്കാൻ കഴിയൂ. ആ വിധത്തിലുള്ള ഒരുപാട് സൂക്ഷ്മമായ പരിചരണങ്ങളും പരിഗണനകളും ഉണ്ടെങ്കിൽ മാത്രമേ പ്രഭാഷണ കലയിൽ നമുക്ക് സുപ്രധാനമായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ ജനങ്ങളെ ആകർഷിക്കുന്നു, ഇതുപോലെ ഒരു പ്രസ്ഥാനത്തെ സൃഷ്ടിക്കാൻ കഴിയും, ഇതുപോലെ ഒരു രാജ്യത്തിന്റെ ഭരണം തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന മറ്റൊരു കലാ ഉപാധിയുമില്ല. ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും സന്നിവേശിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രഭാഷണ പ്രണയികളെ, നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം ഉപസംഹരിക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. വളരെ നന്ദി സാർ. വളരെ ഹ്രസ്വമായ സമയം കൊണ്ട് സാറ് പറഞ്ഞ നർമ്മങ്ങളൊക്കെയും എല്ലാവരും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു പ്രശ്നം കാരണം അത് സാറിന് തന്നെ തിരിച്ചത് കിട്ടുന്നില്ലായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് സാറ് മലയാള ഭാഷയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് പ്രഭാഷണ കലയെ കുറിച്ച് സംസാരിച്ചത്. പക്ഷേ ഇവിടെ ഈ പ്രഭാഷണ കല അഭ്യസിക്കാൻ വേണ്ടി ആൽമാഗ്യാമിന്റെ പ്രഭാഷണ പരിശീലന കളരിയിലുള്ള എല്ലാവർക്കും അറിയാം സാറിന്റെ സേവനം എന്താണെന്ന്. സാർ നിങ്ങളോടൊപ്പം നിരന്തരം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഇന്നിപ്പം നമ്മുടെ ഈ പ്രഭാഷണ പരിശീലന കളരിയിൽ പങ്കെടുക്കുന്ന ആളുകളും പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളുമായ കുറെ വ്യക്തികളുണ്ട്. സുദർശൻ സാറിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനായ നമ്മുടെ ആൽമാഗ്യാൻ പ്രഭാഷണ പരിശീലന സംഘത്തിലെ അംഗവും ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സ്നേഹിതനുമായ ശ്രീ കെ അംബുജാക്ഷൻ സാറിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം രണ്ടു വാക്ക് സംസാരിച്ചുകൊണ്ട് സുദർശൻ സാറിന് നന്ദി പറയുന്നതായിരിക്കും. ശ്രീ കെ അംബുജാക്ഷൻ സാർ, തീവ്ര പ്രഭാഷകൻ, മോട്ടിവേഷണൽ സ്പീക്കർ അംബുജാക്ഷൻ സാർ. സാർ ഒന്ന് ഓണാക്കിയിട്ട് സംസാരിക്കുക. ഓക്കെ. എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ അന്തർദേശീയ പരിശീലകനും അൽമാഖ്യാന്റെ ഈ പ്രസംഗ പരിശീലന പരിപാടിയുടെ മുഖ്യ ശില്പിയുമായ മോൻസി വർഗീസ് സാർ, ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ഈ പ്രഭാഷണ പരിശീലന പരിപാടിയുടെ പ്രധാനപ്പെട്ട ഫാക്കൽറ്റി മെമ്പറും കേരളത്തിൽ അറിയപ്പെടുന്ന വാഗ്മിയും, പ്രഭാഷകൻ, വാഗ്മി, എഴുത്തുകാരൻ എന്നൊക്കെയുള്ള നിലയിൽ വളരെ ശ്രദ്ധേയനായ ഒരു പ്രഭാഷണ കലയിലെ തന്നെ അപൂർവമായ ഒരു വിസ്മയം കൂടിയായ സുദർശൻ സാർ, അൽമാഖ്യാൻ ഗ്രൂപ്പിന്റെ മറ്റ് പ്രിയ സംഘാടകരെ, ഇന്ന് ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ, ഏവർക്കും ഈ സായാഹ്നത്തിൽ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ. പ്രഭാഷണ കലയുടെ സൗന്ദര്യശാസ്ത്രത്തെ സംബന്ധിച്ച് സമഗ്രമായ വളരെ മനോഹരമായ ഒരു പ്രഭാഷണം അനുഭവിച്ചിരിക്കുന്ന ഈ സദസ്സിനോട് പ്രഭാഷണ കലയെ സംബന്ധിച്ച് ഇനി എന്തെങ്കിലും പറയുക എന്നത് സത്യത്തിൽ അധികമായി പോകും എന്ന ബോധ്യം എനിക്കുണ്ട്. കാരണം സുദർശൻ സാറിന്റെ വളരെ അസാധാരണമായ, വളരെ അനിതര സാധാരണമായ ആ ശൈലി കൊണ്ടും അദ്ദേഹത്തിന്റെ വളരെ ആകർഷണീയമായ മാസ്മരികമായ ഭാഷാ പ്രയോഗം കൊണ്ട്, അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം അടക്കം ചെയ്തിരിക്കുന്ന സമ്പന്നമായ ഉള്ളടക്കം കൊണ്ട് ഒക്കെ നമ്മളെല്ലാം വളരെ പുളകിതരായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. സത്യം പറഞ്ഞാൽ ഒരു പ്രഭാഷണമല്ല, ഒരു കലാപ്രകടനം പോലെ, ഒരു കലാവിരുന്ന് പോലെ സാറിന്റെ ആ വാക്കുകൾ, അതിൻ്റെ ശൈലിയൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലുമൊക്കെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്.
ഞാനും മോൻസി സാറും സുദർശൻ സാറും ഒക്കെ ചേർന്ന് സൂമർ അഴീക്കോട് ഫൗണ്ടേഷന്റെ ഒക്കെ ഭാഗമായി ഒരുപാട് വേദികളിൽ, പരിപാടികളിൽ സമാനമായ സാറിന്റെ ഈ പ്രഭാഷണ കലയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അൽമാക്കാൻ സംഘടിപ്പിക്കുന്ന ഈ പ്രഭാഷണ പരിശീലന പരിപാടിയിൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ അപൂർവമായ ഇത്തരം സന്ദർഭങ്ങളാണ്. ഒരുപക്ഷെ കേരളത്തിലെ മറ്റേത് പരിശീലന കളരിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ നല്ല സമ്പന്നമായ ആശയങ്ങൾ, അത് പ്രഭാഷണം എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ ഒരു പ്രസംഗം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നിർവഹിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമുക്ക് ആശയവിനിമയം ചെയ്യേണ്ടി വരുമ്പോൾ, നാം ഇടപെടേണ്ടി വരുമ്പോൾ, അപ്പോഴൊക്കെ സഹായകരമായ ചില വിജ്ഞാനമാണ് ജീവിതത്തിൽ ഉടനീളം നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഇടപെടലുകൾക്ക് ഒരുപാട് തിളക്കം നൽകുന്ന അറിവിന്റെ വലിയ ഒരു അക്ഷയ നിധി തന്നെയാണ് സത്യത്തിൽ ഇവിടെ തുറന്നിരിക്കുന്നത്. പ്രഭാഷണം ഒരുപാട് വ്യത്യസ്തമായ രൂപത്തിലും ശൈലിയിലും നിർവഹിക്കാവുന്ന ഒരു കാര്യമാണ്. സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിനോട് ആഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു നല്ല പ്രഭാഷകൻ ആകാൻ, അല്ലെ പ്രഭാഷകയാകാൻ പരിശ്രമം കൊണ്ട് ഏതു മനുഷ്യർക്കും സാധ്യമാണ് എന്ന ലളിതമായ സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. നിരന്തരമായ പരിശ്രമങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതും നമുക്ക് വികസിപ്പിക്കാൻ കഴിയുന്നതുമായ ഒന്നാണ് പ്രഭാഷണ കല എന്ന് പറയുന്നത്. മനസ്സ് വെച്ചാൽ, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെ ആത്മാർത്ഥമായി നാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ മേഖലയിൽ പ്രശോഭിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ ജീവിതത്തിലും 30 വർഷക്കാലത്തെ അനുഭവങ്ങളുണ്ട്. ചെറിയ സദസ്സുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുകയും ചെറിയ ചെറിയ ചില വിഷയങ്ങളെ തിരഞ്ഞെടുത്ത് അവ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആരംഭിച്ചൊരു ജീവിതമാണ്. പിന്നീട് ഒട്ടനവധി സന്ദർഭങ്ങളിലൂടെയാണ് അനായാസം രാഷ്ട്രീയ വിഷയങ്ങളെ, സാംസ്കാരികമായ വിഷയങ്ങളെയും മറ്റൊട്ടനവധി ഈവൻ മതപരമായ വിവിധ മതങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഇന്റർഫെയ്ത്ത് ഡയലോഗുകൾ, ദാർശനികമായ സംവാദങ്ങൾ, ഇവയിലൊക്കെ ഏർപ്പെടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. സാറി പറഞ്ഞതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പ്രഭാഷകൻ എന്ന നിലയിലും ഒരു സംവാദകൻ എന്ന നിലയിലും ഒക്കെ പലപ്പോഴും മുന്നോട്ട് പോകാറുള്ളത്. അതിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, സാറ് പറഞ്ഞൊരു കാര്യമാണ്, സന്ദർഭത്തിനനുസരിച്ച് പലപ്പോഴും വളരെ യുക്തിസഹമായി നമുക്ക് സദസ്സിനെ അഭിമുഖീകരിക്കാൻ കഴിയണം. ജീവിതത്തിൽ ഒരുപാട് പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ചില വേദികളെ അഭിസംബോധന ചെയ്യേണ്ടി വരുമ്പോൾ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ വളരെ അടുത്ത കാലത്ത്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഇന്ത്യയിൽ പൗരത്വ പ്രക്ഷോഭം ശക്തമായി നിൽക്കുന്ന ഒരു സമയം. ഇന്ത്യയിൽ ഉടനീളം ഒരുപാട് വേദികൾ, സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ നടക്കുന്ന ഒരു സന്ദർഭമാണ്. അത്തരൊരു സന്ദർഭത്തിൽ കേരളത്തിലെ ഒരു വലിയ വേദിയിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. ആ വേദിയിലേക്ക് ചെല്ലുമ്പോൾ വളരെ പ്രശസ്തരായ ചില പണ്ഡിതന്മാർ, സ്കോളർമാർ, അതേപോലെ അക്കാദമിക് പശ്ചാത്തലമുള്ള ചില യൂണിവേഴ്സിറ്റി തലത്തിൽ വളരെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ചില ബുദ്ധിജീവികൾ, ഇന്റലക്ച്വൽസ്, എഴുത്തുകാർ ഒക്കെ അടങ്ങുന്ന വലിയ വേദികളാണ്. കേരള ഹൈക്കോടതിയിലെ പ്രമുഖരായ ചില അഭിഭാഷകർ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രമുഖർ സംസാരിച്ചു കഴിഞ്ഞ ഒരു വേദിയാണ്. വിഷയത്തെക്കുറിച്ച്, പൗരത്വം,
പൗരത്വ ഭേദഗതി നിയമം, CAA, അതേപോലെ NRC, NBR, ഇപ്പോഴത്തെ ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലം, ഇതിനെയൊക്കെ സംബന്ധിച്ച് വളരെ ആധികാരികവും നിയമപരവും ഒക്കെ ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പ്രമുഖരായ ഒരുപാട് പ്രഭാഷകന്മാർ പറഞ്ഞു കഴിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതേപോലെ എന്റെ ഒരു തലക്കെട്ടുമൊക്കെ വെച്ചുകൊണ്ട് അവർ പറയുന്ന അനുസരിച്ച് ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ക്ഷണിക്കപ്പെടുകയാണ്. ഈ പറഞ്ഞതിനെ ഒന്നും ആവർത്തിക്കാൻ കഴിയില്ല. സത്യത്തിൽ വിഷയം പൗരത്വമാണ്, അതുമായി ബന്ധപ്പെട്ടാണ് പറയേണ്ടത്. ഏതാണ്ട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെ മനോഹരവും പണ്ഡിതോചിതവുമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു വേദിയിൽ എന്തു പറയും? ഞാൻ അത്തരം ഒരു വേദിയിൽ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. ഒരു വാക്യത്തെ അന്നേരം ആ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തി. അതിൽ പറഞ്ഞത്, ഫിലോസഫി ഈസ് ദ മദർ ഓഫ് റവല്യൂഷൻ എന്നത് നമുക്ക് പരിചയമുള്ള ഒരു പ്രയോഗമാണ്.